ഡോക്ടർ ധനേഷ്, ഒരിടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ട് എത്താൻ പറ്റിയില്ല. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇന്ന് നമ്മുടെ മലയാളം 1572 ദിവസമാണ് മലയാളം വെബിനാറിന്റെ. ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ അനിത സോമനാണ്. റൂബ്രിക്കുകളിലൂടെയുള്ള യാത്രയായിരുന്നു കുറച്ച് ദിവസം എങ്കിൽ ഇന്ന് മരുന്നിന്റെ സവിശേഷതകൾ തേടിയുള്ള യാത്രയാണ്. എന്തായാലും ഡോക്ടർ നമുക്ക് ഇതിനകം ഒരുപാട് അറിവുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്കായി ഡോക്ടർ അനിത സോമനെ ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം നന്ദി. ഡോക്ടറെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവന്റെ ബ്ലെസ്സിങ്ങോടുകൂടിയും അതുപോലെ എൻ്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയക്കറിന്റെ ബ്ലെസ്സിങ്ങോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കുകയാണ്. സാറിൻ്റെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം മ്യാസം ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബിഹേവിയർ പാറ്റേൺ ഓഫ് സോറ ഇൻ ഫിസിക്കൽ ഡിസീസിൽ സോറ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. സോറ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇൻഫ്ലമേഷൻ ആയിട്ടായിരിക്കും എല്ലാ കണ്ടീഷനും വരുന്നത്, ഐറ്റിസ് ആയിട്ടായിരിക്കും എല്ലാ കണ്ടീഷനും വരുന്നത്. അതോടൊപ്പം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാകും. പിന്നെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് പെയിൻ സഹിക്കാൻ പറ്റത്തില്ല, അതോടൊപ്പം ടച്ച് സഹിക്കാൻ പറ്റില്ല. എല്ലാം ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ. അതാണ് സോറയുടെ പ്രത്യേകത. അതേസമയം സൈക്കോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റെനോസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രോത്തോ പോളിഫറേഷനോ ആയിരിക്കും, അല്ലെങ്കിൽ അക്യൂമുലേഷൻ ആയിരിക്കും, തിക്കനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിരിക്കും. അക്യൂട്ട് ഇൻഫ്ലമേഷൻ വന്നിട്ട് അത് മാറും, പിന്നെ അവിടെ തന്നെ പൊട്ടിയിട്ട് വീണ്ടും വീണ്ടും ഇൻഫ്ലമേഷൻ വന്നുകൊണ്ടിരിക്കും, ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിരിക്കാം. പിന്നെ ട്യൂമേഴ്സ് ആയിട്ട് വരാം. അതാണ് സൈക്കോസിന്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. സിഫിലിസിന്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അൾസേഴ്സ് ആയിരിക്കാം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഏത് കണ്ടീഷനും വന്നാൽ ഇപ്പൊ ബോൺ ആപ്സസ് ആയിട്ട് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പെൽവിക് ആപ്സസ്, ദാറ്റ് ഈസ് സിഫിലിറ്റിക് ആണ്, സൈക്കോസിഫിലിറ്റിക് ആണ്. കാരണം അവിടെ അക്യൂമുലേഷനും വരുന്നുണ്ട്, ആസ് വെൽ ആസ് സിഫിലിസിലോട്ടുള്ള ഡിസ്ട്രക്ഷനും വരുന്നുണ്ട്, സെൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഹെമറേജസ് എല്ലാം ടോട്ടലി സിഫിലിറ്റിക് ആണ്. വയലന്റ് ഇൻഫെക്ഷൻ, അതായത് സെപ്റ്റിസീമിയ പോലുള്ള കണ്ടീഷനിലാണ് എല്ലാം സിഫിലിറ്റിക് ആണ്. ടെറിബിൾ പെയിൻ, സഹിക്കാൻ പറ്റാത്ത ഇറേറ്റിക് ആയിട്ടുള്ള പെയിൻ, എവിടെ നിന്നാണ് വേദന വരുന്നതെന്ന് അറിയാവൂല പേഷ്യന്റ്. അത്രയ്ക്ക് പേഷ്യന്റ് മാഡ് ആകും, ഭ്രാന്താവുകയാണെങ്കിൽ അത് ദാറ്റ് ഈസ് സിഫിലിസ് ആണ്. പിന്നെ ഹിസ്റ്റീരിക്കൽ സെൻസിറ്റിവിറ്റി ആയിരിക്കും. അവരെപ്പോഴും ഭയങ്കര ഹിസ്റ്റീരിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭയങ്കര ഹിസ്റ്റീരിക്കൽ ആയിട്ടായിരിക്കും പേഷ്യന്റിന്റെ റിയാക്ഷൻ. അതാണെങ്കിൽ സിഫിലിറ്റിക് ആണ്. അതുപോലെ ട്യൂമേഴ്സ്, മാലിഗ്നന്റ് ട്യൂമേഴ്സ് എല്ലാം സിഫിലിറ്റിക് ആണ്. ക്യാൻസർ പോലുള്ള എല്ലാ കണ്ടീഷൻസും സിഫിലിറ്റിക് ആണ്. ഈ സിഫിലിറ്റിക്കിന്റെ എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺട്രോൾ ഇല്ല. ഒരു അൾസറേഷൻ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കയറി അകത്തോട്ട് കയറിപ്പോവും, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോകും. ക്യാൻസർ ആണെങ്കിലും മെറ്റാസ്റ്റാസിസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലായിരിക്കും കാണുന്നത്. അതുപോലെ അവരുടെ എല്ലാ ആ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പെർവേർഷനാണ്. നമുക്ക് ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ഡിസീസ് കണ്ടീഷൻ പോകുന്നത്. അതുപോലെ ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് ആൻഡ് സൈസ് ആൻഡ് ഡെപ്ത് ഒക്കെ ആയിരിക്കും അത് കാണിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് സിബിലിറ്റിക്ക് ഡിസ്ട്രക്റ്റീവ് മൈൻഡിലോട്ട്, ഡിസ്ട്രക്റ്റീവ് ഫിനോമിനയിലോട്ട് പോയി കഴിഞ്ഞു. അയാളുടെ മൈൻഡും അല്ല ആ വ്യക്തിയുടെ മൈൻഡും ഡിസ്ട്രക്റ്റീവ് മൈൻഡ് ആയിരിക്കും. അത് വന്നെങ്കിൽ മാത്രമേ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സ്പ്രഷൻ കാണിക്കത്തുള്ളൂ.
സോറ നമ്മുടെ ഇനി ഞാൻ ഇത് ഫിസിക്കലി ഉള്ള എക്സ്പ്രഷൻ ആണ് പറഞ്ഞത്. ഇനി മെന്റലി സോറ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവർക്ക്. ചെറിയ കാര്യങ്ങൾ മതി, ചെറുതായിട്ടൊന്ന് നമ്മള് ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹർട്ട് ചെയ്യുക, എന്ത് ചെയ്താലും പെട്ടെന്ന് സെൻസിറ്റീവ് ആവും പേഷ്യന്റ്. ഉടനെ ഡയറിയ ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലമേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ അവര് ഹൈലി ഇറിറ്റബിൾ ആയിരിക്കും, അതിന്റെ ആങ്സൈറ്റി കൂടുതലായിരിക്കും, അപ്രിഹെൻഷൻ ആയിരിക്കും. ഈ ബിഹേവിയർ ആണ് സോറയിൽ കാണുന്നത്. അതേസമയം സൈക്കോസിസ് നോക്കിക്കഴിഞ്ഞാല് അത് 2 തരത്തിലായിട്ടായിരിക്കും കാണുന്നത്. ഒന്നുകിൽ ഹൈപ്പോസൈക്കോസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ സൈക്കോസിസ് ആയിരിക്കും. ഹൈപ്പോസൈക്കോസിസ് ആണെങ്കിൽ നോൺ എക്സ്പ്രസീവ് ആയിരിക്കും, അത് എക്സ്പ്രസ് ചെയ്യത്തേ ഇല്ല. അതേസമയം ഹൈപ്പർ സൈക്കോസിസ് ആണെങ്കിലോ എല്ലാം ഔട്ടർ എക്സ്പ്രസീവ് ആയിരിക്കും, എക്സാജറേഷൻ ആണ് അവരുടെ കാര്യത്തില്. അപ്പൊ ഹൈപ്പോസൈക്കോസിസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ നോൺ എക്സ്പ്രസീവ് ആയിട്ടുള്ളത് അവര് ഭയങ്കര ഹൈഡിങ് നേച്ചർ ആയിരിക്കും. പേഷ്യന്റ് വന്നിരുന്ന ഭയങ്കര ക്വയറ്റ് ആയിട്ടിരിക്കും, സോബറായിട്ട് ശാന്തതയോട് കൂടി ഇരിക്കും, സീക്രറ്റീവ് ആയിരിക്കും, അവരുടെ സിംറ്റംസ് ഒന്നും പറയത്തില്ല, ഭയങ്കര ഇൻട്രോവർട്ട് ആയിരിക്കും. പിന്നെ അവര് ഭയങ്കര ചിലപ്പോ തന്ത്രശാലികളായിരിക്കും, സ്ലൈനസ് കാണും, ഡിസീറ്റ്ഫുൾ ആയിരിക്കും, നമ്മളോട് ചെറുതായിട്ടൊന്ന് സംസാരിക്കും, ഡിസീസിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയത്തില്ല. അപ്പൊ എന്നിട്ട് വെളിയിൽ ചെന്നിട്ട് പറയും ആ ഡോക്ടർ എന്ന മരുന്നൊന്നും കൊള്ളത്തൊന്നുമില്ല, ഹോമിയോ മരുന്ന് ഒരു വയ്ക്കും കൊള്ളില്ല എന്നുള്ള രീതിയിൽ ഡിസീറ്റ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ ലെസ് ഓഫ് ഇന്റലക്ട് ആയിരിക്കും, ലെസ് മൊറാലിറ്റിയും കുറവായിരിക്കും. പിന്നെ എല്ലാം അണ്ടർ കവർ ആയിരിക്കും, ഒരു പൊയ്മുഖം ഇട്ടായിരിക്കും അവരെപ്പോഴും ഇരിക്കുന്നത്. ഇൻട്രോവേർട്ടഡ് പേഴ്സൺസ് എല്ലാം ഹൈപ്പോസൈക്കോസിസ് ആണ്. അതേസമയം ഹൈപ്പർ സൈക്കോസിസ് ആണെങ്കിൽ ഭയങ്കര ഹൈലി എക്സാജറേറ്റഡ് ആണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് എക്സസീവ് എക്സ്പ്രഷൻ ആയിരിക്കും. അവരുടെ ആംഗ്യമായാലും ജസ്റ്റേഴ്സ് ആയാലും എല്ലാം എക്സസീവ് ആണ്, കൂടുതലായിട്ടാണ്. പിന്നെ ഡിസീറ്റ്ഫുൾ ആയിരിക്കും അവര്, കൂടുതലും ചതിയന്മാരായിരിക്കും, വഞ്ചിക്കുന്നവരായിരിക്കും, സ്ലൈനസ് ഉണ്ടായിരിക്കും, തന്ത്രശാലികളായിരിക്കും. ഷോ ഓഫ് ഓർ ഫാൾസ് ഷോ ഓഫ് ആണ് കാണിക്കുന്ന. വീട്ടില് പട്ടിണി ആയിരിക്കും, പക്ഷെ വെളിയിൽ വന്ന കണ്ടാൽ നല്ല ഡ്രസ്സ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആഭരണങ്ങളും എല്ലാം ഇട്ട് വരുമ്പോഴത്തേ നമ്മളെ ആയിരിക്കും വലിയ വീടിലുള്ള ആളായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അവൻ വെറും പാവപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവളായിരിക്കാം. അപ്പൊ ഭയങ്കര ഷോ ഓഫ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ സ്യൂഡോയിസോണ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ, അവര് ഭയങ്കര ഹൈലി ഇന്റലക്ച്വൽ ആൻഡ് പ്രട്ടൻഡ് ചെയ്യും. അവരങ്ങനെ ചുമ്മാ പ്രട്ടൻഡ് ചെയ്ത് കാണിക്കും ഞാൻ ഭയങ്കര മിടുക്കിയാണ് എന്നുള്ളത് ഷോ ഓഫ് ചെയ്യും. ഇതാണ് ഹൈപ്പർ സൈക്കോസിസ്. ഓൾ ആർ എക്സ്പ്രസീവ് ആയിരിക്കും. സിഫിലിസ് ആണെങ്കിൽ നേരെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് മൈൻഡ് ആയിരിക്കും. ഏത് സാധനം കിട്ടിയാലും നശിപ്പിക്കുക എന്നുള്ള, കൊച്ചുകുട്ടി തൊട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് മൈൻഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് ബോഡി ആയിരിക്കും. ജനിക്കുന്നത് ഇപ്പൊ ലോക്ക്ഡ് ജായ ആയിട്ട്, അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഫേസ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഹാൻഡ്, അങ്ങനെ ഏത് പാർട്ട് വന്നാലും അവര് ജനിക്കുന്നത് തന്നെ സിബിലിറ്റിക്ക് ആയിട്ടായിരിക്കും ജനിക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡും സിബിലിറ്റിക്ക് ആണെങ്കിൽ മാത്രമേ അങ്ങനെ സിബിലിറ്റിക്ക് ആയിട്ട് വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പെർവേർഷൻസ് അവർക്ക് ഭയങ്കര പെർവേർട്ടഡ് ആയിരിക്കും. പെർവേർഷൻ ഓഫ് ടേസ്റ്റ്, പെർവേർഷൻ ഓഫ് സ്മെല്ല്, പെർവേർഷൻ ഓഫ് ടച്ച്, എല്ലാം പെർവേർട്ടഡ് ആയിരിക്കും അവരുടെ നേച്ചർ. പെർവേർഷൻ ഓഫ് സെക്സ് എല്ലാം പെർവേർട്ടഡ് ആയിരിക്കും. അതാണ് അവരുടെ എക്സ്പ്രഷൻ. ഇത് വരാനുള്ള കോസുകൾ നമ്മളൊന്നറിയണം. സോറിക് കോസ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളായിരിക്കും. സോറിക്ക് സെൻസിറ്റിവിറ്റിയാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറുതായിട്ട് റൂഡായിട്ട് ബിഹേവ്, കൊച്ചിന്റെ അടുത്ത് തന്നെ ഒന്ന് ചെറുതായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചങ്ങ് ഭയങ്കര ഇതാവും, ഡള്ളാകും, ഗ്രീഫാവും, സങ്കടമാവും, കരച്ചിലാവും. ചില കൊച്ചുങ്ങൾ മിണ്ടാതോ എവിടെയെങ്കിലും പോയി ഇരുന്നളയും. നമ്മൾ മിണ്ടാനായിട്ട് മോനെ പോട്ടെ ഞാൻ അപ്പോഴത്തെ ഇതിൽ പറഞ്ഞാണെന്ന് പറഞ്ഞ് കേൾക്കില്ല, ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. ചില കുട്ടികൾ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ കരച്ചിലായിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യും. ശാന്തത പൾസാറിലെയൊക്കെ ആണെങ്കിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഫോസ്ഫറസ് ആണെങ്കിലും അങ്ങനെയാണ്. അതേസമയം നാട്രോമോർ ആണെങ്കിൽ എന്റെ തൊട്ട് പോകരുതെന്ന് പറയും, സ്റ്റാബിസ് ആണെങ്കിൽ തൊട്ട് പോകരുതെന്ന് പറയും, ആസിഡ് നൈട്രജൻ തൊട്ട് പോകരുത്, മെർക്കൂറിയസ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റെമഡിയെ അറിയുന്നത്. ഓരോ ആ ചേഞ്ച് ഡിസ്പൊസിഷൻ നമ്മൾ നോക്കിക്കോണം.
പിന്നെ അവർക്ക് ക്രിറ്റിസിസം പറ്റത്തില്ല. നെഗ്ലക്ട് ചെയ്താൽ കൊച്ചു ഒരു കളിപ്പാട്ടമായിട്ട് കൊണ്ടുവന്ന് അമ്മ ഇത് നോക്കിയാൽ നല്ല രസമല്ലേ, അപ്പൊ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തെ കൊണ്ടുവന്ന് നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറയുമ്പോ കുഞ്ഞു വിചാരിക്കും കുഞ്ഞിനെ നെഗ്ലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഓർഫനേജഡ് ഫീലിംഗാണ് കുഞ്ഞ് കാണിക്കുന്നതെങ്കിൽ, എവിടെയെങ്കിലും പോയി മിണ്ടാതെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ബാക്ക് ഗ്രൂപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചോളണം. അതുപോലെ ഡിസ്ഹാർമോണി ഓർ കോറൽസ് ബിറ്റ്വീൻ പേരൻസ് തമ്മിലുള്ള ഹാർമോണി ശരിയായിട്ടല്ല നടക്കുന്നതെങ്കിലും ആ കുട്ടികളും വളരെ സഫർ ചെയ്യും. ഏത് തരത്തിൽ വേണമെങ്കിലും സഫർ ചെയ്യാം. നമ്മൾ ആ കുട്ടിയുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് സഫർ ചെയ്യും. അപ്പൊ എപ്പോഴും വീട്ടിൽ ഒരു സമാധാന അന്തരീക്ഷമില്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവിതമാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഏത് ഫാമിലി എടുത്താലും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഈഗോ ക്ലാഷ് ആണ്. ഞാൻ ജയിക്കണം, അല്ലെങ്കിൽ വൈഫ് പറയും ഞാൻ ജയിക്കണം. അങ്ങനെയുള്ള ഇത് വരുമ്പോൾ കുട്ടികളാണ് അതിന്റെ പാവം ഇന്നസെന്റ് ചൈൽഡ് ഈസ് സഫറിങ് അബൌട്ട് ദിസ്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ചില കുട്ടികൾ റബൽസ് ആയിട്ട് മാറും, ചില കുട്ടികൾ വളരെ ടിമിഡായിട്ട് പോകും, ചില കുട്ടികൾ മമ്പായിട്ട് പോകും. പലതരത്തിലായിരിക്കും കുട്ടികളുടെ ബിഹേവിയർ വരുന്നത്. പിന്നെ എക്സസീവ് ജോയ് വന്നാലും സെൻസിറ്റീവ് ആയിട്ടുള്ള സോറിക്കായിട്ടുള്ള കോസ് ആണ് പറയുന്നത്. എക്സസീവ് ജോയ് വന്ന് പനി വരികയാണെങ്കിൽ ഞാൻ കൊടുത്തതാണ് ഒരു കേസ്. ഭയങ്കര പനിയായിട്ട് കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു എന്താണ്. അത് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു ഡോക്ടറെ, കുറെ കിടന്ന് ചാടയും ഓടയും ബഹളവും ഒക്കെ ആയിരുന്നു. അത് ഇന്നായപ്പോ പനിയായി. കോഫിയെ ക്രൂഡ കൊടുത്താൽ മതി, 200 ഡോസ് കൊടുത്ത് അല്ലെങ്കിൽ അക്കണൈറ്റ് കൊടുത്താൽ മതി. അക്കണൈറ്റ് ആയിട്ടുള്ള വയലൻസി ഉണ്ടെങ്കിൽ അക്കണൈറ്റ് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ റെമഡിയെ നോക്കി അപ്പോഴേ ചെയ്യുക. പിന്നെ ലൈറ്റ്, ചിലർക്ക് ലൈറ്റ് ഇഷ്ടമല്ല. സെൻസിറ്റിവിറ്റി ലൈറ്റ് എന്ന് പറയുന്ന 35 റെമഡീസ് ഉണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് 3 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ ബെൽഡോണ, നക്സോമിക്ക ആൻഡ് ഫോസ്ഫറസ് ആണ്. ഈ 3 റെമഡീസ് ആണ് 3 മാർക്ക് റെമഡീസ് ആയിട്ട് പറയുന്നത്. പിന്നെ ബാക്കിയുണ്ട് ഒരുപാട് റെമഡീസ്. നോയിസ്, ശബ്ദം കേൾക്കാൻ ഒക്കില്ല. ചിലർക്ക് ഭയങ്കര മ്യൂസിക് അഗ്രവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നോയിസ് സ്ലൈറ്റസ്റ്റ് നോയിസ് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അസാര യൂറോപ്യൻ 4 മാർക്ക് റെമഡിയാണ്. ആസ് വെൽ ആസ് കോഫിയ, തെർഡിയോൺ, ഇത് 3 4 മാർക്ക് റെമഡീസ് ആണ്. ആ 3 മാർക്ക് റെമഡീസ് ആണ് നക്സോമിക്ക, ഓപ്പിയ ആൻഡ് സൈലേഷ്യ. അപ്പൊ അത് ഓരോ റെമഡീസിന്റെ സിംറ്റംസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ സെൻസിറ്റിവിറ്റി പെയിൻ സഹിക്കാൻ പറ്റാത്ത റെമഡീസ് 4 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ അക്കണൈറ്റ്. ഇപ്പോഴും ഒരു ചെസ്റ്റ് പെയിൻ വരെയാണ്, സിവിയർ പെയിൻ ആയിട്ട് പേഷ്യന്റ് സംസാരിക്കാൻ പോലും വരാതെ ആണെങ്കിൽ ഉടനെ തന്നെ അക്കണൈറ്റ് 50 ml 10 CMO എടുത്ത് പഞ്ഞിയെ മുക്കി മണപ്പിച്ച് അവർക്ക് ഒന്ന് തേച്ചു കൊടുക്കുകയും നാക്കിൽ 2 തുള്ളി വെട്ടിക്കുകയും ചെയ്താൽ പെയിൻ കുറഞ്ഞിരിക്കും, ഷുവറാണ്. അല്ല ഭയങ്കര ബഹളമായിട്ട് ഭയങ്കര ക്രാങ്കി ആയിട്ട് കൊച്ചിന് പെയിൻ ആയിട്ട് കൊച്ചിനെ കൊണ്ടുവരികയാണെങ്കിൽ ചമൂമില കൊടുക്കുക. അല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നതാണ് കോഫിയ കൊടുക്കുക. കൊച്ചു തൊടാൻ പോലും സമ്മതിക്കാതെ ഭയങ്കര ഷ്രീക്കിംഗ് നേച്ചർ ആണെങ്കിൽ ഹെപ്പാർ സൾഫ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ റെമഡീസ് നോക്കി എടുക്കുക. പിന്നെ ഇഗ്നേഷ്യ ഉണ്ട്, നക്സ്മോസ്കിറ്റ ഉണ്ട്, നക്സോമിക്ക ഉണ്ട്. അതൊക്കെ 3 മാർക്ക് റെമഡീസ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ മ്യൂസിക് അഗ്രവേഷൻ ആണെങ്കിൽ 3 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ നാട്രം കാർബൺ, നക്സോമിക്ക ആൻഡ് സെപ്പിയ. സെൻസിറ്റീവ് ഓർഡർ ആണെങ്കിൽ എനിക്കൊരു കേസ് കിട്ടിയാണ്. സെൻസിറ്റീവ് ഓർഡർ കേസ് എന്ന് പറഞ്ഞത് ഒരു പേഷ്യന്റ്, ഒരു ലേഡിയാണ് വന്നത്. അവർക്ക് എന്താ തുമ്മലോ എന്താണ്, ഞാൻ അത് ഓർക്കുന്നില്ല, പക്ഷെ ഈ കേസ് ഓർക്കുന്നുണ്ട്. ആ പേഷ്യന്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എന്റെ ഭർത്താവിന്റെ അടുത്ത് എനിക്ക് കിടക്കാൻ ഒക്കില്ല ഡോക്ടർ, ഞാൻ ഛർദ്ദിക്കും. ആ സ്മെല്ല് എനിക്ക് സഹിക്കാക്കൂല, ഒരു സ്മെല്ലും സഹിക്കാക്കൂല. ഒറ്റ റെമഡിയേ ഉള്ളു. അത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻസി പീരീഡില് ഓർഡർ, ഈവൻ ദ ഹസ്ബൻഡിന്റെ ഓർഡർ പോലും പറ്റാത്ത റെമഡി സെപ്പിയാണ്. ഒറ്റ റെമഡിയേ ഉള്ളു. ദാറ്റ് സെപ്പിയെ ഞാൻ കൊടുത്ത ആ പേഷ്യന്റിന് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയി. അപ്പൊ നമുക്ക് സിംഗിൾ റെമഡി ഇതുപോലെ കിട്ടിയാണ്, അൺകോമൺ പെക്കൂലിയർ ആയിട്ടുള്ള സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോംപ്റ്റ് ആയിട്ട് സിമിലിമായിട്ട് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഫെയിൻനെസ് ഫ്രം ഓർഡർ ഇപ്പൊ കുക്ക് ചെയ്യുന്ന ഓർഡർ കേട്ടിട്ട് മണം കേട്ടിട്ട് ഫെയിൻ്റ് ആയി വീഴുകയാണെങ്കിൽ കോൾ ചിക്കൻ കൊടുക്കുക. അല്ലാതെ ഏതെങ്കിലും ഓർഡർ കൊണ്ട് ആള് ഭയങ്കര ഭയങ്കര പോസിറ്റീവ് നേച്ചർ ഉള്ളതും വർക്കഹോളിക്കും ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള ആളാണ്, ചില്ലി പേഷ്യന്റ് ആണെങ്കിൽ നക്സോമിക്ക കൊടുക്കുക. അതേസമയം ഭയങ്കര അഫക്ഷനേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ
ഫെയിന്റ് ചെയ്യുകയാണെങ്കിൽ, ടേസ്റ്റ് ഫോർ കോൾഡ് ഐസി കോൾഡ് വാട്ടർ ആണെങ്കിൽ, ചില്ലി പേഷ്യന്റും ആണെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കുക. ഇതൊക്കെ 3 മാർക്ക് റെമഡീസ് ആണ് പറയുന്നത്. അതേസമയം അവേർഷൻ ടു ടച്ച്, കൊച്ചു പിള്ളേരെ പനിയായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് തൊടാൻ സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് അവേർഷൻ ആണെങ്കിൽ 3 മാർക്ക് റെമഡീസ് എന്ന ആന്റിങ്ക്രൂഡ്, ആർണിക്ക, ചമോമില, കാലികാർബ്, ഫോസ്ഫറസ് ആൻഡ് ടാറന്റുല, ഈ ഇത്രയും റെമഡീസ് ആണ് 3 മാർക്ക് റെമഡീസ് ആയിട്ട് അവേർഷൻ ടു ടച്ച് പറയുന്നത്. അതേസമയം മ്യൂസിക് അമൽറേഷൻ വരുന്നുണ്ട്. മ്യൂസിക് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഡ്രമ്മൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുന്ന റെമഡി ടാറന്റുല ഹിസ്പാനിക്കയാണ്. ഓറത്തിനും സന്തോഷം വരും മ്യൂസിക് കേട്ടാൽ. അത് പ്രത്യേകിച്ചും ഓറത്തിന് ഇതാണ്, റിലീജിയസ് മ്യൂസിക് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ടാറന്റുല ക്യൂബൻസിന് റിലീജിയസ് മ്യൂസിക് ആണ്. എന്ന് പറഞ്ഞാൽ നല്ല ഈ റിലീജിയസ് ആയിട്ടുള്ള മ്യൂസിക് ഏത് കേട്ടാലും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നാട്രമോണിന് സാഡ് മ്യൂസിക് കേൾക്കുമ്പോഴാണ് സന്തോഷം. കാർസിനോസിന് വളരെ മെലഡി ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുമ്പോഴാണ്. ബിഫോർ ആണെന്റെ എനിക്കറിയില്ല. മെർക്കൂറിയസ് എല്ലാം ഭയങ്കര ഈ ഡ്രമ്മും ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്, അത് ടാറന്റുല ഹിസ്പാനിക്കൊക്കെ അങ്ങനെയാണ്. പിന്നെ തൂജ ആൻഡ് ട്യൂബർക്കുലിനും ഉണ്ട്. പിന്നെ ഡാർക്ക്നെസ് അഗ്രവേഷൻ ആണെങ്കിൽ, ഡാർക്ക്നെസ് ഒട്ടും സഹിക്കാൻ വയ്യാത്ത റെമഡീസ് 2 റെമഡീസുകളിൽ സ്ട്രമോണി ആൻഡ് കാൽക്കേരിയാസ് ആണ്. അതേസമയം ഡാർക്ക്നെസ് അമലറേഷൻ, ഇരുട്ടത്തിരിക്കാൻ ഇഷ്ടമുള്ള റെമഡീസ് എന്ന് പറഞ്ഞാൽ കോണിയം, ലില്ലിയൻ ടിഗ്, നസ് മോസ്കിറ്റ ആൻഡ് ഫോസ്ഫറസ് ആണ്. ഇവർക്ക് ഇരുട്ടത്തിരിക്കാനാണ് കൂടുതൽ താല്പര്യമുള്ളത്. പിന്നെ ടച്ച് പറഞ്ഞു. ഇനി ഞാൻ ഇത് പറയാം, സൈക്കോട്ടിക് കോസ്. ഇത് ഇത്രയും സോറിക് കോസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി സൈക്കോട്ടിക് കോസ് വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൽ നിന്നാണ് വരുന്നത്. സൈക്കോട്ടിക് കോസ് എപ്പോഴും സ്ട്രെസ്സിൽ നിന്നാണ്. സ്ലോ ആൻഡ് സ്ട്രെസ്ഫുൾ, പ്രൊലോങ്ഡ് സ്ട്രെസ്സിൽ നിന്നായിരിക്കും അവർക്ക് വരുന്നത്. എന്ന് ഞാൻ ഒന്നുകിൽ പ്രൊലോങ്ഡ് ഗ്രീഫിൽ നിന്നായിരിക്കും വരുന്നത്. അത് തന്നെ ഏറ്റവും പ്രൊലോങ്ഡ് ഗ്രീഫ് കൂടുതൽ ഒരുപാട് റെമഡീസ് ഉണ്ട്. അതിൽ 3 മാർക്ക് റെമഡി എന്ന് പറയുന്നത് ഗ്രീഫ്, എയിൻമെന്റ്സ് ഫ്രം ഗ്രീഫ് എന്ന് പറയുന്ന ഇഗ്നേഷ്യയാണ് മെയിൻ റെമഡി എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെസ് അല്ലെങ്കിൽ ഫിയർ, പേടിച്ചിട്ടൊക്കെ വരുന്നതാണെങ്കിൽ അതനുസരിച്ച് ഒത്തിരി റെമഡീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഒരുപാട് റെമഡീസ് ഉണ്ട്. ബ്രൂഡിങ്, ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ലവ്, പിന്നെ ലവ് ഫെയിലിയർ വന്നിട്ട് ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ട് ബ്രൂഡ് ചെയ്യുകയാണെങ്കിൽ നാട്രമോൺ ബെസ്റ്റ് റെമഡിയാണ്. പിന്നെ ആങ്കർ സപ്രഷൻ, മോട്ടിഫിക്കേഷൻ വന്നിട്ട് ആങ്കർ സപ്രസ് ചെയ്തിട്ടാണ് കംപ്ലൈന്റ് വരുന്നതെങ്കിൽ, അത് ഒത്തിരി പ്രൊലോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ആ പേഷ്യന്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് റെമഡീസ് സ്റ്റാഫിസാഗ്രിയ കൊടുക്കാം, മെഡോർണം കൊടുക്കാം, ഒരുപാട് റെമഡീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് റെമഡീസ് നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ എയിൻമെന്റ്സ് ഫ്രം ലോസ് ഓഫ് മണി, പെട്ടെന്ന് ഈ പണം നഷ്ടപ്പെട്ടിട്ട് ഗ്രീഫായിട്ട് ആള് ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് പോവുകയാണ്. ആറോ ഉണ്ട്, കാൽക്കേരിയ ഫ്ലോർ ഉണ്ട്, മെസീറിയ ഉണ്ട്, സോറിനോ ഉണ്ട്. ഇത് അവർക്ക് ആ ഡിപ്രഷനിലോട്ട് അങ്ങ് പോകും അവര്. അതുപോലെ ലോസ് ഓഫ് പൊസിഷൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ, ഇപ്പൊ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, പെട്ടെന്ന് ഫസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ട് ആ പൊസിഷൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഡിപ്രഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇഗ്നേഷ്യ ബെസ്റ്റ് റെമഡി, ഇഗ്നേഷ്യ ഹൈപ്പോട്ടൻസി കൊടുക്കുക, അല്ലെങ്കിൽ നക്സോമിക്ക. അത് ആ പെണ്ണിന്റെ ഡിസ്പൊസിഷനും കൂടെ നോക്കിയിട്ട് കൊടുക്കുക. ഏറ്റവും നല്ലത് ഇഗ്നേഷ്യയാണ് ബെസ്റ്റ് റെമഡി. പിന്നെ പ്ലാറ്റിന, ലാക്കസിസും ഉണ്ട്. പിന്നെ ഗ്രീഫ് ഫ്രം ഡിസപ്പോയിന്റഡ് ലവ് ഫെയിലുവർ കൊണ്ട് ഡിസപ്പോയിന്റ്മെന്റ് വരുന്ന ആ ഡിപ്രഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇഗ്നേഷ്യ നല്ലൊരു റെമഡിയാണ്. പിന്നെ എനിക്കൊരു കേസ് പൾസാനില കിട്ടിയിട്ടുണ്ട്, നല്ല റിസൾട്ട് ആയിരുന്നു അത് കിട്ടിയത്. ഇനി സിബിലിറ്റിക് കോസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു ട്രോമയാണ്. ആ ട്രോമ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വയലന്റ്, സ്ട്രോങ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആൻഡ് സഡൻ ട്രോമ ആയിരിക്കും. സഡൻ ആയിട്ടായിരിക്കും, വയലന്റ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ആ പേഷ്യന്റിന്, ആ ആളിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലുള്ള ട്രോമ ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് സിബിലിറ്റി കേസിൽ. അത് വെരി ഇമ്പോർട്ടന്റ്. അത് കിട്ടുകയാണെങ്കിൽ അതാണ് ആദ്യം എടുക്കേണ്ടത്. ഇപ്പൊ ഷോക്ക് കൊണ്ട് ആള് പെട്ടെന്ന് ഷോക്ക് വന്ന് ആള് മിണ്ടാതെ ഇരിക്കുകയാണ്, അതിന് കൊടുക്കാവുന്ന ഫസ്റ്റ് റെമഡി എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യയാണ്. അല്ലെങ്കിൽ ആളങ്ങ് കിടന്നു പോകുന്നു, കംപ്ലീറ്റ് അങ്ങ് കിടന്നു പോകുന്നു, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഭയങ്കര ഡള്ളായിട്ട് മാറുകയാണെങ്കിൽ, പ്രോസ്ട്രേഷൻ ഭയങ്കര സിവിയർ ആണ്, പിക്രിക് ആസിഡ് ബെസ്റ്റ് റെമഡിയാണ്.
പിന്നെ ഓപ്പിയം നല്ല റെമഡിയാണ്. പിന്നെ ഹ്യൂമിലിയേഷൻ പറ്റി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമിലിയേഷൻ ഓർ മോർട്ടിഫിക്കേഷനിൽ നിന്ന് ഞാൻ മറ്റുള്ളവരെ മുമ്പ് വെച്ച് നമ്മുടെ റെപ്യൂട്ടേഷൻ ഇപ്പൊ പറഞ്ഞ മറ്റേ ADM-ന് അവിടെ സംഭവിച്ച അതാണ്, ഹ്യൂമിലിയേഷൻ ആണ് സംഭവിച്ചത്. അപ്പൊ അതിനുള്ള ആ റെപ്യൂട്ടേഷൻ, ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ വരുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട റെമഡി അവിടെ സിബിലിറ്റിക്കാണ് അവിടെ സംഭവിച്ചത്. അവിടെ സൾഫർ, കാലിബ്രോമേറ്റ് ആൻഡ് ഹെമാമലിസ് ആണ് പറയുന്ന റെമഡീസ്. ആ മനുഷ്യൻ ഒരു പാവ മനുഷ്യനായിരുന്നു, പക്ഷെ അത്രയും ആളുകളുടെ മുമ്പ് വെച്ച് അയാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയായിരുന്നു, അയാളുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുകയായിരുന്നു. പിന്നെ അബ്യൂസ്, ചില പിള്ളേര് ഈ രണ്ടാനച്ഛന്മാരൊക്കെ അബ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസ് ആകാം, മെന്റൽ ഇമോഷണൽ അബ്യൂസ് ആകാം, അല്ലെങ്കിൽ സെക്ച്വൽ അബ്യൂസ് ആകാം. ഏത് തരത്തിലുള്ള അബ്യൂസ് ആയാലും പിള്ളേരെ ബാധിക്കുകയാണെങ്കിൽ അത് കാർസിനോസിൻ നല്ല റെമഡിയാണ്. ഈ അബ്യൂസ് വന്നിട്ട് കുട്ടിക്ക് ഇൻഡിഗ്നേഷനും ഉണ്ടെങ്കിൽ, അമർഷവും ഉണ്ടെങ്കിൽ അതും കാർസിനോസിൻ വരാം, മെർക്കൂറിയസ് വരാം, ടാരന്റുല വരാം, ഇതൊക്കെ വരാം. ഫിസിക്കലി ആണ് അബ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫിസിക്കലി ചുമ്മാ ടോർച്ചർ ചെയ്യുന്ന, പൊള്ളിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ലൈസനായിരിക്കും, റാബിറ്റ് പോലെ ബിഹേവ് ചെയ്യും വലുതാകുമ്പോൾ. ഈ കുട്ടികള് ഒരു കുട്ടികളും കള്ളന്മാരായിട്ടല്ല ജനിക്കുന്നത്, ഒരു കുട്ടികളും ക്രിമിനലായിട്ടല്ല ജനിക്കുന്നത്, ഒരു കുട്ടികളും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നേച്ചറുമായിട്ടല്ല ജനിക്കുന്നത്. ഇതെല്ലാം അവരെ വളർന്നു വരുമ്പോ അവരെ സാഹചര്യം, പ്രത്യേകിച്ചും വീട്ടിലെ സാഹചര്യമാണ് അവരെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന. അപ്പൊ ഓരോ റെമഡീസ്, ലൈസൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിനാണ്. അപ്പൊ ഹൈഡ്രോഫോബിന ആകുന്ന ആ പേഷ്യന്റിന് കിട്ടിയ ആ ടോർച്ചറിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ട്രോമയിൽ നിന്നാണ്, കൊച്ചിലെ കിട്ടിയ ട്രോമയിൽ നിന്നാണ് ആ കുട്ടി ഒരു വലിയ കള്ളനായിട്ടോ അല്ലെങ്കിൽ കൊലപാതകിയായിട്ടോ അല്ലെങ്കിൽ ഒരു പീഡിപ്പിക്കുന്നവനായിട്ടോ മാറുന്നത്. പിന്നെ ഓണർ ഉണ്ടറ്റും, അതും സിവിലിറ്റി കോസ് ആണ്. ഓണർ, സ്വന്തം ഓണറെ ഉണ്ട് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ഉടനെ സെൽഫ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതർ ആളിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് നോക്കുന്നത്. കിൽ ഡിസൈർ ടു ബി അല്ലെങ്കിൽ കിൽഡ് ഡിസൈർ ടു ബി ആണ്. അത് എന്ന് പറയുന്ന മെയിൻ റെമഡീസ് എന്ന് പറയുന്നത് ഓറം, സൾഫ്, നാട്രമൂർ ആൻഡ് സ്റ്റാഫിസാഗ്രിയ. ഒരുപാട് റെമഡീസ് ഉണ്ട്, ഞാൻ മെയിൻ റെമഡീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ സഡൻ ആങ്കർ ആൻഡ് റേജ്, പെട്ടെന്ന് ഭയങ്കര ദേഷ്യം. റേജ് എന്ന് പറഞ്ഞാൽ എല്ലാം കൈ കിട്ടുന്ന മൊബൈൽ ആയാലും ഏതായാലും TV ആയാലും എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവമാണെങ്കിൽ ആ റെമഡി എന്ന് പറഞ്ഞാൽ എപ്പിസ് ആണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളത്. സൊല്ലാസ് ആർണിക്ക കൊളോസിന്ത് പറയുന്നുണ്ട്, അതുപോലെ ലൈക്കോപോഡിയം പറയുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഈ റേജ് വരുന്നതിന്. പിന്നെ ഫ്രൈറ്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ, പേടിച്ചരണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അക്കണേറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് റെമഡി. പിന്നെ ജെൻസീമിയം, ഓപ്പിയം. പിന്നെ സഡൻ ലോസ് ഓഫ് ലൗഡൻസ്, പെട്ടെന്ന് സ്നേഹിച്ചിരുന്ന പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ ഏറ്റവും പെറ്റായിട്ടിരുന്ന ആള് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി ഡിപ്രസീവ് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ട അക്കണേറ്റ് അല്ലെങ്കിൽ ഇഗ്നേഷ്യ കൊടുക്കുക. പിന്നെ ആൾസനിക്ക് പറയുന്നുണ്ട്, ലാക്കസിസും പറയുന്നുണ്ട്. പിന്നെ സഡൻ ജോയിൽ നിന്നാണ്, സഡൻ ജോയ് കൊണ്ട് വലിയ സിവിയർ ഡിസീസ്, മറ്റേ ഫീവറാണ്, സോറിക്ക് കാസമാന്ന് പറഞ്ഞത്, അല്ല സിവിയർ ഡിസീസ് വരികയാണെങ്കിൽ, കൺവൽഷൻ പോലെ ഏറ്റവും വരികയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അക്കണേറ്റ്, കോഫിയ ഉണ്ട്, ഓപ്പിയോ ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡും ഉണ്ട്. പിന്നെ പിന്നെ ടാരന്റുല ഉണ്ട് കേട്ടോ, സഡൻ ജോയിൽ നിന്ന് വരുന്നത്. സഡൻ ലോസ് ഓഫ് ബിസിനസ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓറം വരുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡും ഒക്കെ വരുന്നുണ്ട്, കാലിബ്രോമേറ്റം വരുന്നുണ്ട്. പിന്നെ ഹോം സിക്നെസ് കൊണ്ട് കംപ്ലൈന്റ് വരികയാണെങ്കിൽ, ഹോം സിക്നെസ് വന്നിട്ട് ആ പേഷ്യന്റിന് നെഞ്ചുവേദന അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വരികയാണെങ്കിൽ ക്യാപ്സിക്കം പറയുന്നുണ്ട്, ഓറം പറയുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡ് പറയുന്നുണ്ട്, ഇഗ്നേഷ്യ പറയുന്നുണ്ട്, മാക്മോർ പറയുന്നുണ്ട്. പിന്നെ ഡ്രഗിൽ നിന്ന് ഡ്രഗ് കൊടുത്തിട്ട് അലോപ്പതിക് ഡ്രഗ്സോ നമ്മുടെ ഡ്രഗ് തന്നെ കൂടുതൽ ഓവർ ഡ്രഗിങ് വരികയാണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രഗ്, ഹോമിയോപ്പതിക് ഡ്രഗ് കൊടുത്ത് ഓവർ ഡ്രഗിങ് വരികയാണെങ്കിൽ സെപ്പിയാണ് ഏറ്റവും നല്ല റെമഡി. അല്ല അലോപ്പതിക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് വരികയാണെങ്കിൽ നക്സോമിക്ക, സൾഫർ ഓർ ലാക്കസിസ് ആയിരിക്കണം. പിന്നെ എയ്ഡ്മെന്റ്സ് ഫ്രം എംബാരസ്മെന്റ്, മറ്റുള്ളവര് മുമ്പിൽ നമ്മൾ നാണം കെടുകയാണെങ്കിൽ അതിൽ നിന്ന് കംപ്ലൈന്റ് വരികയാണെങ്കിൽ
ഏറ്റവും മെയിൻ റെമഡീസ് എന്ന് പറയുന്നത് അംബ്രാഗ്രീസിയ, ബരേറ്റ കാർബ്, ഇഗ്നേഷ്യ, മെർക്കൂരിയസ്, നാട്രമോർ, ഓപ്പിയം, സൾഫർ. ഇതൊക്കെയാണ് റെമഡീസ്. പിന്നെ എയിൽമെന്റ്സ് ഫ്രം അഡോപ്ഷൻ ഓഫ് ന്യൂ ബോൺസ്. ചില കുട്ടികളെ നമ്മൾ അഡാപ്റ്റ് ചെയ്യും. ന്യൂ ബോണിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എന്നും അസുഖമാണ്, എന്നും അസുഖം വരികയാണെങ്കിൽ ലാക്കനൈനവും ലാക്ഫെലിനിയും ആണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ്. അതുപോലെ അമ്മയുടെ മിൽക്ക് നഴ്സിംഗ് സമയത്ത് പെട്ടെന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെയും വരുന്നത് ചൈന അല്ലെങ്കിൽ ലാക്കനൈനോ ആണ്. അവർക്ക് ആ കുട്ടിക്ക് പെട്ടെന്ന് അമ്മയുടെ അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ വരുന്ന സിംറ്റംസ് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ സോറിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റിസും ആണ്. ഡെർമറ്റൈറ്റിസ്, കൺജക്റ്റിവൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ഗ്യാസ്ട്രൈറ്റിസ്, പാൻക്രിയാറ്റൈറ്റിസ്, വജൈനൈറ്റിസ്, ഫെബ്രൈൽ കൺവെർഷൻ, സ്പാസ്മോഡിക് കോളിക്, ഇതെല്ലാം സോറിക്കാണ്. സൈക്കോസിസ് 2 തരത്തിലായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ സൈക്കോസും ഹൈപ്പോസൈക്കോസിസും പറഞ്ഞു. അതുപോലെ ഡിസീസ് കണ്ടീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക്കും ആണ്. എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എപ്പോഴും അക്യൂമുലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയ എല്ലാം ഹൈപ്പർ ആയിരിക്കും. ഹൈപ്പർ കൊളസ്ട്രീമിയ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പർ മെലാനോസിസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഹൈപ്പർ ടെൻഷൻ, സ്ട്രെസ്, ഹൈപ്പർ ടെൻഷൻ, ഗ്ലൗക്കോമ, സിസ്റ്റ്, സ്റ്റോൺസ്, കൺട്രാക്ചർ, സ്ട്രിച്ചേഴ്സ്, ഇൻഡുറേഷൻ ഓഫ് ഓർഗൻ എല്ലാം വരുന്നത് ഡൈനാമിക് ആയിട്ടുള്ള അക്യൂമുലേഷനിൽ നിന്നാണ് വരുന്നത്. അതേസമയം അത് ലെസ് ആണെങ്കിൽ വരുന്നത് ഡയലറ്റേഷൻ ഓഫ് ഓർഗൻസ്, ദാറ്റ് ഇസ് ഫൈബറിൻ അവിടെ ലെസ് ആയി വരികയാണ്. പ്രോട്ടീൻ ആയിട്ടുള്ള ഫൈബറിൻ ലെസ് ആയി വരുമ്പോൾ ഡയലേറ്റ് ആയിട്ട് വരും, മയോകാർഡിയോ മെഗാലി ആയിട്ട് വരാം. അതേസമയം റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിൻ ലെസ് ആയിട്ട് വരികയാണെങ്കിൽ ഹെർണിയ, ടോസിസ് ആൻഡ് പ്രൊലാപ്സസ് ആയിരിക്കും വരുന്നത്. അതേസമയം പോളിഫറേറ്റീവ് ടൈപ്പ് ആണ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഓർ സ്ട്രക്ചറൽ ആയിട്ടുള്ള പോളിഫറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ബിനൈൻ ട്യൂമേഴ്സ് ആയിരിക്കും, പോളിപ്സ് ആയിരിക്കും, ഫൈബ്രോയിഡ് ആയിരിക്കും, സോറിയാസിസ് സ്കെയിൽസ് ഭയങ്കരമായിട്ട് കാണും, വാട്സ്, ആർട്ടീരിയോസ്ക്ലീറോസിസ്, ക്രോണിക് ഹൈപ്പർ ടെൻഷൻ. അതേസമയം സിവിലിസ് 2 തരത്തിൽ വരും. സ്ലോ സിവിലിസും ഉണ്ട്, ഫാസ്റ്റ് സിവിലിസും ഉണ്ട്. സ്ലോ സിവിലിസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. തുടങ്ങുന്നത് സൈക്കോസിസ് ആയിട്ട് തുടങ്ങും, അത് സിഫിലിസിലോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ആട്ടോ ഇമ്മ്യൂൺ ആയിട്ടാണ് വരുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, സോറിയാസിസ് ആണ് ക്രാക്സ് ആയിരിക്കും, അൽസൈമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, ക്രോണിക് ലുക്കീമിയ, ക്രോണിക് റീനൽ ഫെയിലുവർ, ക്രോണിക് മോട്ടോ ന്യൂറോൺ ഡിസീസ്, ഇതെല്ലാം സ്ലോ ആയിട്ടുള്ള സിവിലിറ്റിക് കണ്ടീഷൻസ് ആണ്. അതെല്ലാം കൂടുതൽ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നത് സിവിലിറ്റിക് ഡിസീസ്, ക്യാൻസർ. നമ്മൾ അറിയത്തില്ല, പക്ഷെ ക്യാൻസർ സൈക്കോസിബിലിറ്റിക് ആണ്. ആദ്യം പിന്നെയും ട്യൂമർ ആയിട്ട് വരും, നമ്മൾ അറിയത്തില്ല. ഒരു പേഷ്യന്റ് 1 മാസം കൊണ്ട് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിട്ട് മാറി, അവരറിഞ്ഞതേ ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു, പക്ഷെ മൈൻഡിൽ ആ സിംറ്റം കാണും, പക്ഷെ അത് അനലൈസ് ചെയ്യാതെ വന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുപോലെ ന്യൂമോണിയ, പെട്ടെന്ന് ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ വരുന്നു, അല്ലെങ്കിൽ കാർഡിയാക് ഇൻഫാർട്ട് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ബ്രെയിൻ ഇൻഫാർട്ട് വന്നിട്ട് ഇത് വരുന്ന അപ്പോപ്ലക്സി ആയിട്ട് വന്ന് പരാലിസിസ് ആയിട്ട് വരുന്നു, ആനാഫൈലാക്സിസ്, ഈ ഏതെങ്കിലും ഒരു കുത്തിവയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആനാഫൈലാറ്റിക് അറ്റാക്ക് ആയിട്ട് വരാം, ഹിസ്റ്റാമിൻ കൂടിയിട്ട്. അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് വരാം, അക്യൂട്ട് റീനൽ ഫെയിലുവർ വരാം, അക്യൂട്ട് ലുക്കീമിയ. ഇതെല്ലാം ഡെത്തിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് പേഷ്യന്റിനെ. ഇനി പീപ്പിൾസ് ഹു ആർ ക്വിക്ക് റെമഡീസ് ഏതൊക്കെയെന്നോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. മെയിൻ റെമഡീസ് മാത്രമേ പറയുന്നുള്ളൂ. പീപ്പിൾ ഹു ആർ വെരി വിറ്റി ആൻഡ് ക്വിക്ക് ബ്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയുന്നത് മെയിൻ റെമഡീസ് ആർ ഓപ്പിയം, ലാക്ടസിസ്, ഫോസ്ഫറസ്, കനാബിസ് ഇൻഡിക്ക, കോഫിയ, ഹയോസിയമസ്, സൾഫർ, അയഡം, ബെൽഡോണ. അപ്പൊ ഇതിൽ ഓരോരുത്തരെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓപ്പിയം ആണെങ്കിൽ ബ്രെയിൻ ഈസ് യൂസ് ടു കീപ് വിജിൽ, എപ്പോഴും അവരുടെ സെൻസസ് അക്യൂട്ട് ആയിരിക്കും, എല്ലാ സെൻസസ് അക്യൂട്ട് ആയിരിക്കും. ഹിയറിങ്, അവർ ക്ലോക്ക് അടിക്കുന്നതിന്റെ ടിക്കുന്ന സൗണ്ട് കേട്ടാൽ അവർക്ക് ഉറക്കം വരത്തില്ല, അത്രയ്ക്ക് സെൻസസ് അക്യൂട്ട് സെൻസസ് ആയിരിക്കും. ഹിയറിങ് ഈസ് അക്യൂട്ട് ആയിരിക്കും, കണ്ണ് സൈറ്റ് ഈസ് അക്യൂട്ട് ആയിരിക്കും, എല്ലാം ടച്ച് ഈസ് അക്യൂട്ട്, എല്ലാം അക്യൂട്ട് ആയിരിക്കും അവരുടെ.
അതുപോലെ ബ്രെയിനും അക്യൂട്ടാണ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് എടുക്കും. ലീഡിങ് ടു കറേജിയസ്നെസ് ആൻഡ് എലക്വന്റ് സ്പീക്കർ ആയിരിക്കും. ഗുഡ് ടാലന്റഡ് റൈറ്റർ ആയിരിക്കും. നമ്മുടെ ശശി തരൂരിനെ പോലെ ഭയങ്കര ടാലന്റഡ് റൈറ്റർ ആയിരിക്കും. ജൈജാന്റിക് പ്ലാനർ ആയിരിക്കും. വിത്ത് കണ്ടന്റ്മെന്റ് ആയിരിക്കും. അവർക്ക് എപ്പോഴും കണ്ടന്റഡ് ഫീലിംഗ് ആണ് കൂടുതലുള്ള. സംതൃപ്തനാണ്, എല്ലാത്തിനും സംതൃപ്തിയാണ്. പണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, എല്ലാം സംതൃപ്തമായിട്ട് പോവുക എന്നുള്ളതാണ്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഹാപ്പി ഗോയിങ് ആയിരിക്കും അവര്. ഇതാണ് അവർ ഉപയോഗിക്കുന്ന അവരുടെ ഡിഫെൻസീവ് മെക്കാനിസം. അതേസമയം ലാക്ടസിസ് ആണെങ്കിൽ ബ്രെയിൻ ഈസ് യൂസ് ടു ഗോ എഹെഡ് ഇൻ ലൈഫ്, ഗെറ്റ് വർക്ക് ഡൺ, മേക്കിംഗ് ഹിം മാനിപ്പുലേറ്റീവ്. അവരെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന എന്താണ്? എനിക്ക് ഉയരത്തിലെത്തണം. അതിനുവേണ്ടി ഏത് മാനിപ്പുലേഷനിൽ കൂടെ ആയാലും ഞാൻ മുകളിൽ പോകും. എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് ഞാൻ മുകളിൽ പോകും. അത്രയ്ക്ക് ക്വിക്ക് ബ്രെയിൻ ആണ് അവരുടെ. എന്നാൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഉയരത്തിലെത്താൻ സാധിക്കും? അതുകൊണ്ട് അവര് ഏത് ക്വസ്റ്റ്യൻ ആൻസർ പിള്ളേരുടെ ക്ലാസ്സിൽ ചോദിച്ചാലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയും, ക്വിക്ക് സൊല്യൂഷൻ കണ്ടെത്തും. സ്നേക്കിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ അവര് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയെങ്കിലും അവർ തടി തപ്പും. അത് അവര് പോയിരിക്കും. അതാണ് ലാക്കസിന്റെ സ്വഭാവം. അതുപോലെ ഇൻ സിവിലിസിലെ ലാക്കസിസ് എപ്പോഴും ക്ലയർവോയൻസ് ഉണ്ടായിരിക്കും. അവർക്ക് തോന്നലുകൾ ഉണ്ടാവും. കാരണം നേരത്തെ പ്രഡിക്റ്റ് ചെയ്യും അവര്. നാളെ ഇത് സംഭവിക്കാം, സുനാമി. ഒരു കൊച്ച് പറയുമായിരുന്നു സുനാമി സംഭവിക്കും, എവിടെ ശ്രീലങ്കയിലുള്ള കൊച്ച്. ആ കൊച്ചിന് ക്ലയർവോയൻസ് നേരത്തെ തന്നെ ഫീൽ ചെയ്യാണ്, നാളെ സുനാമി ഉണ്ടാകും എന്ന് ആ കൊച്ചിന് ഫീൽ ചെയ്യാണ്. ദാറ്റ് ഇസ് എ ലാക്കസ്. ഇങ്ങനെ സ്നേക്കിനാണ് കൂടുതൽ. സ്നേക്ക് ആൻഡ് ഡോഗ്സിനാണ് ഈ സിക്സ്ത് സെൻസസ് പ്രവർത്തിക്കുന്നത് ഭയങ്കരമായിട്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ അവര് ഭയങ്കര പ്രിക്കോഷ്യസ് മൈൻഡ് ആയിരിക്കും. അവരെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊച്ചുകുട്ടിയാണ് വലിയ ആളിന്റെ വാക്കാണ് സംസാരിക്കുന്നത്. നമ്മൾ അതിശയിച്ചു, ഈ കൊച്ചിന് ഇത്രയും ഭയങ്കര ഇതുണ്ടോ, ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ അത്രയും അതിശയിച്ചിരുന്നു പോകും. ആ ബിഹേവിയർ ആയിരിക്കും. പിന്നെ അവർക്ക് ടച്ച് അഗ്രവേഷൻ ആണ്. കാരണം അവർ പ്രത്യേകിച്ച് എസ്പെഷ്യലി നെക്ക് അവർക്ക് ഒട്ടും പറ്റില്ല. അതുപോലെ ചെസ്റ്റിലായാലും അബ്ഡമനിലായാലും എല്ലാം അവർക്ക് ടൈറ്റ് ക്ലോത്തിങ് അവർ ഇൻടോളറബിൾ ആണ്. പിന്നെ കനാബിസ് ഇൻഡിക്കയുടെ നേച്ചർ എന്ന് പറയുന്നത്, കനാബിസ് ഇൻഡിക്ക അവരുടെ ബ്രെയിൻ ഉപയോഗിക്കുന്ന ഫോർ ഇമാജിനേഷൻ ബിയോണ്ട് ദ റെലിം ഓർ റിയാലിറ്റിയിൽ നിന്ന് അവർ ഇമാജിനേഷൻ പോകുന്നത് ഏലിയൻസിന്റെ അവിടെ എത്താൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. അവര് ഈ നോർമലായിട്ട് റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ല, അല്ലാത്ത തരത്തിലുള്ള ഇമാജിനേഷനിൽ നിന്ന് അവര് എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ ഫിക്ഷൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും ഈ കനാബിസ് ഇൻഡിക്കക്കാരായിരിക്കും. ഈ ഇംഗ്ലീഷ് ഏതാണ് അമേരിക്കൻ ഏതോ ഇയാളുണ്ടല്ലോ ഫിക്ഷൻ ഫിലിംസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം അവർക്ക് ഇമാജിനേഷൻ ഭയങ്കര ഓവർ ഇമാജിനേഷൻ ആയിരിക്കും അവർക്കുള്ളത്. ദാറ്റ് ഈസ് കനാബിസ് ഇൻഡിക്ക. അവർ ഐദർ എ ഗുഡ് പോയറ്റ് ഓർ എ മാൻ ഓഫ് സയന്റിഫിക് തിങ്കിങ് ആയിരിക്കും. വേക്കൻഡ് വിയേഡ് ഔട്ട് ഓഫ് ദി വേൾഡ് ഫാന്റസൈസർ ആണ്. അവരിങ്ങനെ വേൾഡിന്റെ മുകളിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അത്രയും ഇതായിരിക്കും. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചിന്തകളായിരിക്കും അവർക്ക് കൂടുതലുള്ളത്. പിന്നെ അവരെപ്പോഴും ആ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അവർ സംസാരിക്കുന്നത്, അതായിരിക്കും കൂടുതലായിട്ട്. കോഫിയും അതുപോലെ ഇന്റലിജന്റ് ബ്രെയിൻ ഉള്ളവരായിരിക്കും. ബ്രെയിൻ ഈസ് യൂസ്ഡ്, അവരുടെ മെമ്മറിയാണ് ഏറ്റവും അക്യൂട്ട്. കോഫിയുടെ മെമ്മറി ഭയങ്കര അക്യൂട്ടാണ്. എന്നുവെച്ചാൽ ഓൾഡ് മെമ്മറീസ് ഓഫ് തിങ്സ് ആൻഡ് സോങ്സ് ലോങ് പകൽ. എന്നുവെച്ചാൽ കൊച്ചുകുട്ടി ഒരു 40 വയസ്സുള്ള ആള് കുഞ്ഞിലെ അത് പഠിച്ച നഴ്സറി റൈംസ് ചൊല്ലും. അതാണ് കോഫിയ. അത്ര ഭയങ്കര മെമ്മറിയാണ് അവരുടെ. സ്മോൾ ഡീറ്റെയിൽസ് അവർ ഓർത്തിരിക്കും. അത്ര ഭയങ്കര ഇതായിട്ട് ഷാർപ്പ് മൈൻഡഡ് ആയിരിക്കും അവർക്കുള്ളത്. അത് ഫ്ലൂറിക് ആസിഡിന് അതുപോലെ ഷാർപ്പ് മെമ്മറിയാണ് ഉള്ളത്. കോഫി ആൻഡ് ഫ്ലൂറിക് ആസിഡ് 2 റെമഡീസേ ഉള്ളു ഇത്രയും ഷാർപ്പ് മെമ്മറി ഉള്ളത്. പിന്നെ കോഫി എപ്പോഴും എക്സൈറ്റബിൾ ആണ്, ഷാർപ്പ് എക്സൈറ്റ്മെന്റ്, വെരി ഈസിലി. ഈവൻ ഡിപ്രഷനിലും പെട്ടെന്ന് ഡിപ്രഷനിലോട്ട് പോകും. പിന്നെ ഫാസിനേറ്റഡ് ബൈ നേച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, ഭയങ്കരമായിട്ട് അവർ. എന്നിട്ട് അവർ ഹൈലി എക്സൈറ്റഡ് ആയിരിക്കും. ഈ എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഉറക്കം ഇല്ലാതാവും.
സ്ലീപ്ലെസ്നെസ് ആണ്. എക്സൈറ്റ്മെന്റ് അവരുടെ ഫേസിൽ തന്നെ ആ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യും നമുക്ക്. ഫാസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫാസ്റ്റ് ഇൻ ഗിവിങ് ഔട്ട് ആൻഡ് റിമെമ്പറിങ്. ഏത് കാര്യവും ഓർക്കാൻ ഭയങ്കര മെമ്മറിയാണ്. ഇത് ക്യാൻസറിന് നല്ലൊരു റെമഡിയാണ് കോഫിയ. വെരി ഇമ്പോർട്ടൻ്റ് റെമഡി. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ചില കുട്ടികൾ ഭയങ്കര മെമ്മറി ആയിരിക്കും. ഞാൻ വേൾഡിനെ പറ്റി ഓരോന്ന് ഇതില് യൂട്യൂബിൽ ഇങ്ങനെ കാണാം, ഒരു കൊച്ചുകുട്ടി ഏതോ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നു. ഇതൊക്കെ കോഫിയെ കൊച്ചാണ്. ഹൈലി എക്സൈറ്റ്മെന്റ് ഉള്ള കുട്ടികളാണ്. പിന്നെ ഫോസ്ഫറസ് എന്ന് പറഞ്ഞത് ബ്രെയിൻ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ഫ്രം ഡേഞ്ചേഴ്സ്, ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ഫ്രം ഇലക്ട്രിക്കലി ട്രെയിൻഡ്. ഇവരെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇരുട്ട്, അയ്യോ അവിടെ വല്ല ഡേഞ്ചറും ഉണ്ട്, ഇതിനു വേണ്ടിയാണ് അവരെ ഫോക്കസ് ചെയ്യുന്നത്, അവരെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് വരുന്നതിന് മുമ്പ് എന്താണ്, ഇടിമിന്നൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാറ്റ് വരുന്നതിന് മുമ്പേ അവർ പ്രവചിക്കും, അത് വരാൻ പോകുന്നു. അപ്പൊ അത്രയും അവരുടെ ബ്രെയിൻ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോസിങ് ആന്റിസിപ്പേഷൻ. അപ്പൊ പേടിയും വരും, ഭയങ്കര ആന്റിസിപ്പേറ്റഡ് ആണ്. കാരണം ടോളറേറ്റ്, പിന്നെ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വാം ഡ്രിങ്ക്സ് ടോളറേറ്റ് ചെയ്യാനേ ഒക്കില്ല. പേഷ്യന്റെ അടുത്ത് നമ്മൾ ഫോസ്ഫറസ് പേഷ്യന്റ് ആണെന്ന് ആർട്ടിസ്റ്റിക് മൈൻഡും നല്ല കാണാനൊക്കെ സുന്ദരനും ഒക്കെ ആയിരിക്കാം, ടോൾ ഫെല്ലോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഫോസ്ഫറസ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ ആ പേഷ്യന്റ് അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ചായ കിട്ടിയാൽ ചൂടോടോ കുടിക്കാനാണോ തണുത്തിട്ട് കുടിക്കാനാണോ ഇഷ്ടം? ഫോസ്ഫറസ് പേഷ്യന്റ് പറയും, അത് തണുത്തിട്ടേ ഞാൻ കുടിക്കുള്ളൂ ഡോക്ടറെ. ചൂടോടെ കുടിക്കുന്നെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് റൂൾ ഔട്ട് ചെയ്യണം. ഫോസ്ഫറസ് എപ്പോഴും ചില്ലി പേഷ്യന്റ് വിത്ത് ഡിസയർ ഫോർ കോൾഡ് തിങ്സ് ആണ്, ഐസി കോൾഡ് തിങ്സ് ആണ്. ഈവൻ ആ ഫോസ്ഫറസിന് ഒരിക്കലും ഈ പുട്ടിങ് ഹാൻഡ്സ് ഇൻ വാം വാട്ടറിൽ പുട്ട് ചെയ്ത് അവര് നോസിയ വരും, ഓർക്കാനും വരും. അത്രയും ഭയങ്കരമാണ് അവരുടെ ചൂട് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാം സറൗണ്ടിങ്സ് ആയാലും അത് തന്നെ പൾസാറിലെ അതേസമയം വാം ഇതാണ്, ഹോട്ട് റെമഡിയാണ്. അവരും ഇഷ്ടപ്പെടുന്നത് കോൾഡ് തിങ്സ് ആയിരിക്കും. ഈ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഫോസ്ഫറസ് ചില്ലി റെമഡിയാണ്, പക്ഷെ അവർ ചില്ലിയാണ് ഇഷ്ടപ്പെടുന്നത്, തണുത്ത സാധനങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. പൾസാറിലെ നേരെ ഹോട്ട് റെമഡിയാണ്, പക്ഷെ അവർ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും തണുത്തതായിരിക്കും. സൾഫർ ആണെങ്കിൽ യൂസ് ഓഫ് ഹിസ് ബ്രെയിൻ ഗോയിങ് അറൗണ്ട് ഇൻ തോട്ട്സ് ആൻഡ് തിയറീസ്. സൾഫറിന്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ തിയറീസ് ഇങ്ങനെ ഉണ്ടാക്കും. ഇന്ന രീതി ചെയ്താൽ ശരിയാവൂടെ, ഭയങ്കര ഇതാണ്, നീ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇതൊന്നും പ്രാക്ടിക്കലി അവരുടെ കാണത്തില്ല. എല്ലാവരും ഉപദേശിക്കാൻ ഭയങ്കര മിടുക്കരായിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവര് വെറും ഫ്ലോപ്പ് ആയിരിക്കും. നെവർ ഗെറ്റ്സ് എനിവെയർ, ഒരിടത്തും എത്തൂല്ല. അതാണ് സൾഫറിന്റെ സ്വഭാവം. അത് ബേസിക് ക്യാരക്ടറാണ്. പക്ഷെ സിവിലിറ്റിക്കാകുമ്പോൾ നേരെ തിരിച്ച് മറിയും, അത് വേറെ കാര്യം. അയഡവും ഇതുപോലെ ഭയങ്കര ക്വിക്ക് മൈൻഡഡ് ആണ്, അജയിലാണ്, ഭയങ്കരമായിട്ടുള്ള ചടുലമായിട്ടുള്ള ബിഹേവിയർ ആണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പിക്കപ്പ് ചെയ്യും, അത്രയും ഭയങ്കര എന്നാണ്. പിന്നെ അയഡ എപ്പോഴും എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് എക്സസീവ് ഹങ്കർ ആയിരിക്കും. ഭയങ്കര വിശപ്പാണ്, ഒട്ടും വിശപ്പ് താങ്ങാനേ പറ്റത്തില്ല, അവർക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് അയഡത്തിന്റെ. പിന്നെ സെൻസിറ്റിവിറ്റി വെരി മച്ച് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്, ഭയങ്കര റെസ്റ്റ്ലെസ്സും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ BMR അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആണ്. ബെൽഡോണിയ അതുപോലെയാണ്. ബെൽഡോണ ഭയങ്കര ആക്റ്റീവ് ആണ്, ലൊക്കേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ബെൽഡോണ നമുക്ക് അറിയാലോ, ഏഞ്ചൽസ് നല്ലപോലെ ഇരിക്കുമ്പോ ഏഞ്ചൽസ് ആയിരിക്കും. സിക്ക് വന്നോ ഡെവലായിട്ട് അങ്ങ് മാറും. ആ ഹോൾ പേഴ്സൺ നേരെ തിരിയും, ഓപ്പോസിറ്റ് ആയിട്ട് തിരിയും. അതാണ് അവരുടെ. പിന്നെ ഇവര് കൊക്കോട്ടിഷ് എന്ന് പറഞ്ഞാൽ അല്ല, ഹണി റോസിനെ പോലെ ഷോ ഓഫ് ആണ്. കൊക്കോട്ടിഷ് ബിഹേവിങ് എ പ്ലേഫുൾ സെക്സ്വൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫ്ലട്ടറസ് നേച്ചർ. ഇങ്ങനെ സെക്സ്വലി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇത് മാനിഫെസ്റ്റേഷൻസ് കാണിക്കുക. അത് ബെൽഡോണയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ലയറാണ്, ഭയങ്കര കള്ളം പറയുന്ന സാധനമാണ് ബെൽഡോണ. ആ ഒരു നേച്ചർ ആയിരിക്കും ബെൽഡോണയ്ക്ക് ഉള്ളത്. പിന്നെ സിവിലിറ്റി ആകുമ്പോൾ നേരെ തിരിച്ചു വരും, അതാണുള്ള ഏറ്റവും. ഇനി ടിമിഡ് റെമഡീസ് ഏതൊക്കെയെന്ന് പറയാം. ഇതിപ്പോ ഞാൻ ക്വിക്ക് റെമഡീസ് ആണ് പറഞ്ഞത്. ഇനി ടിമിഡ് ആയിട്ടുള്ള റെമഡീസ് എന്ന് പറയുന്നത് വരൈറ്റാസ് എല്ലാം ടിമിഡ് റെമഡീസ് ആണ്.
ബരേറ്റ കാർബ്, ബരേറ്റ അയോഡൈഡ്, ബരേറ്റ മോർ, ബരേറ്റ സൾഫ്, ബരേറ്റ ഫോസ്, ഇതെല്ലാം ടിമിഡാണ്. അതുപോലെ കാൽക്കേരിയ ആൾട്സ്, കാൽക്കേരിയ കാർബ്, കാൽക്കേരിയ സൾഫ്, കാൽക്കേരിയ ഫോസ് വരൂല കേട്ടോ. ഫോസ് എപ്പോഴും ട്യൂബർക്കുലാർ റെമഡിയാണ്, ചേഞ്ചബിൾ മൈൻഡാണ് അവര്, ടിമിഡ് അല്ല അവര്. ആൻഡ് കാൽക്കേരിയ സിലിക്കേറ്റ്. കാർബൺസ് എല്ലാം ടിമിഡ് റെമഡീസ് ആണ്. കാർബോ അനിമാലിസ്, കാർബോവേജ്, ഗ്രാഫൈറ്റ്സ് ആൻഡ് പെട്രോളിയം. അതിലെ എക്സെപ്ഷനിൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റിക്കം ടിമിഡ് അല്ല. കാലീസ്, ഓൾ കാലീസ് എക്സെപ്റ്റ് കാലി, ബൈക്കും കോസ്റ്റിക്കും ടിമിഡ് അല്ല. ബാക്കി എല്ലാ കാലീസും ടിമിഡാണ്. മെറ്റൽസിൽ മെർക്കുറി ടിമിഡും ആകാം, ഭയങ്കര വയലന്റ് ആയിട്ട് നേച്ചറും വരാം. അതേസമയം പ്ലംബം മെറ്റ് ഭയങ്കര ടിമിഡാണ്. പ്ലാറ്റിന സിബിലിറ്റിക്ക് ആകുമ്പോഴത്തേക്ക് നേരെ തിരിച്ചു വരും, ടിമിഡായിട്ട് മാറും. നാട്രംസ്, ബോറാക്സ്, നാട്രം ആൾസ്, നാട്രം കാർബ്, നാട്രം മൂറ്, നാട്രം ഫോസ്, നാട്രം സൾഫ്, ഇതെല്ലാം ടിമിഡ് റെമഡീസ് ആണ്. പിന്നെ ബാക്കിയുള്ള അതേഴ്സ് ആയിട്ടുള്ള റെമഡീസ്, ജെൽസീമിയം ഭയങ്കര ടിമിഡ് റെമഡിയാണ്. ലൈക്കോപോഡിയം കവേർഡിസ് ആണ്. അവര് വെളിയിൽ കാണിക്കും ഞാൻ ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ഇതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഭയങ്കര ടിമിഡിറ്റിയാണ് ഉള്ളത്. ഫോസ്ഫറസും ടിമിഡാണ്. പൾസാല്ല ഭയങ്കര ടിമിഡാണ്. സൈലീഷ്യം ഭയങ്കര ടിമിഡാണ്. പക്ഷെ അവരുടേതായ അവർക്ക് നോളജ് ഉണ്ട്. എവിടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അവരങ്ങ് പെർഫോം ചെയ്യും. പക്ഷെ ലൈക്കോപോഡിയം സ്റ്റേജിൽ കയറാൻ ഭയങ്കര മടിയാണ്. വെളിയിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ സ്റ്റേജിൽ കയറാൻ ഭയങ്കര മടിയാണ്. സെപ്പിയ ടിമിഡ് റെമഡിയാണ്. സൾഫർ ടിമിഡിനും വരാം, മറ്റേ അരകന്റായിട്ടും വരാം, എല്ലാ തരത്തിലും വരാം. സൾഫർ കിങ് ഓഫ് ആന്റിസോറിയാണ്, അതുകൊണ്ട് ഏത് രീതിയിലും വരാം. ടിമിഡും റിസർവ്ഡ് ആയിട്ടുള്ള റെമഡീസ് എന്ന് പറയുന്നത് സിബിലിറ്റിക്ക് നേച്ചറിൽ വരെയാണ്. ഫോസ്ഫറസ്, കാൽക്കേരിയ, പൾസാല്ല, ഇഗ്നേഷ്യ. പിന്നെ കുറെ റെമഡീസ് ഉണ്ട്. 1 മാർക്ക് റെമഡീസ് കുറെ ഉണ്ട്. ലൈക്കോപോഡിയം, നാട്രം കാർബ്, പെട്രോളിയം കുറെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത്രയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഇനി ബ്ലീഡിങ് റെമഡീസിനെ പറ്റി പഠിക്കാം. ബ്ലീഡിങ് റെമഡീസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ബ്ലീഡിങ് റെമഡീസ് ആർ സിബിലിറ്റിക് റെമഡീസ് ആയിരിക്കും. അത് ആക്റ്റീവ് ബ്ലീഡിങ് റെമഡി ഉണ്ട്, പാസീവ് ബ്ലീഡിങ്. എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് ആർട്ടീരിയൽ ബ്ലഡ് ആണ് വരുന്നത്, ഗഷിങ് ആയിരിക്കും. ഞാൻ സ്പാസ്മോഡിക് ആയിട്ട് ഗഷ് ചെയ്ത് ഞാൻ പമ്പ് ചെയ്യുന്ന അനുസരിച്ച് ഗഷ് ചെയ്ത് അത് ക്ലോട്ട് പോലെയും വരാം, സ്പാസം പോലെയും വരാം, ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഗഷിങ് ഔട്ടാണ്, ദാറ്റ് ഈസ് സോറോ സിബിലിറ്റിക് ആണ്. എന്നാൽ ബ്ലഡ് അത്രയും പോകും. ആർട്ടറിയൽ ബ്ലഡ് പോയ ആള് ചത്തുപോകും. അപ്പൊ അത് സോറോ സിബിലിറ്റിക് ആയിരിക്കും. കാരണം സോറയിൽ നിന്ന് ഇൻഫ്ലമേഷനിൽ നേരെ ഡിസ്ട്രക്ഷനിലോട്ടാണ് പോകുന്നത്. അത് റെമഡീസ് എന്ന് പറയുന്നത് അക്കണൈറ്റ് മെയിൻ റെമഡി, ബെൽഡോണ, കാൽക്കേരിയ, ചമോമല, ചൈന, ഫെറംസ്, ഹെമാമലിസ്, എപ്പിക്കാക്ക്, മെലിലോട്ടസ്, ഫോസ്ഫറസ്, പൾസാല്ല, സബൈന, സെപ്പിയ, സൾഫർ, കലാക്സിബെർസ, വൈബർണോപ്പുലസ്. അതേസമയം പാസീവ് ബ്ലീഡർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വീനസ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസറൊക്കെ പോലെയുള്ള വീനസ് ബ്ലഡ് പാസീവ് ബ്ലീഡേഴ്സ് ആണ്. സ്ലോ ആൻഡ് കമ്മിങ് ഔട്ട് ഊസിങ് ബ്ലഡ് ടൈപ്പ് ഓഫ് ബ്ലഡ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ സൈക്കോസിബിലിറ്റിക് ആണ്. ഇങ്ങനെ പതുക്കെ ഊസ് ചെയ്ത് വരുന്നോണ്ടിരിക്കും. അതെന്ന് പറയുന്ന റെമഡീസ് എന്ന് പറയുന്നത് കാലിഫ ഇൻഡിക്ക, ആർണിക്ക, കാർബോവേജ്, ചൈന, ക്രോട്ടാലസ് ഹോറിഡസ്, ലെഡം ആഫ്റ്റർ ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ട് ലെഡം, പൾസാല്ല, സിക്കേൽ കോറ്, സെപ്പിയ, സൾഫ്യൂറിക് ആസിഡ്. പിന്നെ ആൾ സ്നേക്ക് റെമഡീസ് ആർ ആക്റ്റീവ് ആൻഡ് പാസീവ് ബ്ലീഡേഴ്സ് ആയിരിക്കും. ആക്റ്റീവ് ആയിരിക്കാം, പാസീവ് ആയിരിക്കും. ബാക്കിയുള്ള ബ്ലീഡിങ് റെമഡീസ് എന്ന് പറഞ്ഞാൽ ഓൾ ആസിഡും ബ്ലീഡിങ് റെമഡീസ് ആണ്. കാർബോളിക് ആസിഡ് മെയിൻ, പിന്നെ കോളോഫൈലം, എറിജറോൺ, ഹെലോണിയസ്, ഹൈഡ്രാസ്റ്റിസ്, നൈട്രിക് ആസിഡ്, നക്സോമിക്ക, പ്ലാറ്റിന, ഇതെല്ലാം ബ്ലീഡിങ് റെമഡീസ് ആണ്. അതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ആർട്ടീരിയൽ ബ്ലഡ് വരുന്നതെന്ന് പറഞ്ഞത് ആക്റ്റീവ് ബ്ലീഡർ ആയിട്ടുള്ളത് എപ്പിക്കാക്കാണ് കേട്ടോ. നോസിയ ആൻഡ് വോമിറ്റിംഗ് ഡസ് നോട്ട് റിലീഫ്. അവര് ഛർദ്ദിച്ചാലും നോസിയ വന്നാലും അവർക്ക് ഒരു റിലീഫും കിട്ടൂല. ഛർദ്ദിച്ചുകൊണ്ടിരിക്കും നോസിയയും, ഓർക്കാനും ഛർദ്ദലും, ഒരു റിലീഫും കിട്ടില്ല. അതേസമയം നക്സോമിക്കൊക്കെ ആണെങ്കിൽ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ റിലീഫ് കിട്ടും. പിന്നെ ഇവരുടെ മെയിൻ PQRS സിംറ്റം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ക്ലീൻ ടങ് ആയിരിക്കും.
പിന്നെ യൂണിവേഴ്സൽ നോസിയ ആയിരിക്കും. നോ റിലീഫ് അറ്റ് ഓൾ. ക്ലീൻ ടങ് മീൻസ് വോമിറ്റിംഗ് ഈസ് നോട്ട് ഗ്യാസ്ട്രിക്, ഇറ്റ് ഈസ് എ നെർവസ് ഒറിജിൻ ആണ് എന്ന് മനസ്സിലാക്കിക്കോണം. ക്ലീൻ ടങ് ആണെങ്കിൽ അത് ഗ്യാസ്ട്രിക്കിൽ നിന്നല്ല വോമിറ്റിംഗ് വരുന്നത്, അത് നെർവസിൽ നിന്നാണ്, തലച്ചോറിൽ നിന്നാണ് വരുന്നത്. തലച്ചോറിൽ എന്തെങ്കിലും പ്രഷർ വന്ന് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂമറോ എന്തെങ്കിലും ഉണ്ടായി, സ്പേസ് ഓക്യുപ്പൈയിങ് ലീഷൻ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അവിടെ നമ്മൾ ഉടനെ തന്നെ ക്ലീൻ ടങ് കണ്ടു കഴിഞ്ഞാൽ അത് നെർവസ് ഇതാണ്, കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഗ്യാസ്ട്രിക് കണ്ടീഷൻ അല്ല. പിന്നെ ഹോട്ടിയിലേക്ക് പ്ലാറ്റിനെ പോലെ ഭയങ്കര അരഗന്റ് നേച്ചറാണ് എപ്പിക്കാക്ക്. സർക്കാസ്റ്റിക് ആൻഡ് ക്രിട്ടിക്കൽ നേച്ചറാണ്. എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ കളിയാക്കുന്ന നേച്ചറായിരിക്കും എപ്പിക്കാക്ക്. പിന്നെ ചില്ലി ടേസ്റ്റ്ലെസ് റെമഡി ആയിരിക്കും. ടേസ്റ്റ്ലെസ് റെമഡിയാണ്, ഒരു സൈഡ് എഫക്ഷനും കാണത്തില്ല. ഇത് അവരുടെ PQRS സിംറ്റം ക്ലീൻ ടങ് വിത്ത് കണ്ടിന്യൂസ് നോസിയ, നോ റിലീഫ് അറ്റ് ഓൾ. പിന്നെ അക്കണൈറ്റും ആക്റ്റീവ് ബ്ലീഡർ ആണ്. സഡൻ ആയിട്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങിന് ഏറ്റവും നല്ലതാണ്. ലൗഡ് ടോക്കർ ആയിരിക്കും. സ്ട്രോങ് ആൻഡ് കോറൽസം നേച്ചർ ആയിരിക്കും. ഭയങ്കര ആംഗ്രി നേച്ചറും ഫിയർഫുൾ നേച്ചറും ആണ്. എക്സസീവ് ടേസ്റ്റ് ഫോർ കോൾഡ് വാട്ടർ ആണ്. എപ്പിക്കാക്കിന് ടേസ്റ്റ്ലെസ് ആണ്, ചില്ലി റെമഡിയാണ്. അതേസമയം അക്കണൈറ്റിന് ഭയങ്കര ടേസ്റ്റാണ്. കോൾഡ് വാട്ടറിനോടാണ് കൂടുതൽ ഇഷ്ടം. അഫക്റ്റഡ് ബൈ കോൾഡ് നോർത്ത് വെസ്റ്റ് വിൻഡ് ആണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനാണ് അവരെ അഫക്ട് ചെയ്യുന്നത്. കോൾഡ് വിൻഡ് അഗ്രവേഷൻ ആയിരിക്കും. ബെൽഡോണയും ആക്റ്റീവ് ബ്ലീഡർ ആണ്. ആക്റ്റീവ് സഡൻ ആയിട്ട് ക്യുക്ക്, ഇതുപോലെ തന്നെ അക്കണൈറ്റിനെ പോലെ തന്നെ അതിനേക്കാളും കൂടുതലാണ് സഡൻ ആൻഡ് ക്വിക്ക് ആയിട്ടായിരിക്കും ഉണ്ടാകുന്ന. ഭയങ്കര വയലന്റ് ആയിരിക്കും, ലൗഡ് വോയിസ് ആയിരിക്കും, അഫക്ഷനേറ്റ് കാണിക്കും, ഭയങ്കര ഷോ ഓഫ് ആണ്, അഫക്ഷനേറ്റ് ആണ്, സെവറിനിറ്റി ആൻഡ് ത്രോബിങ് ടൈപ്പ് ഓഫ് ഇതായിരിക്കും, പെയിൻ ആയിരിക്കും, ത്രോബിങ് ടൈപ്പ് ഓഫ് പെയിൻ. പിന്നെ കഞ്ചഷൻ കാണും. ഫേസിൽ കഞ്ചഷൻ ഉണ്ടെങ്കിൽ ബെൽഡോണ ആണെന്ന് റൂൾ ഔട്ട് ചെയ്യും. കാരണം റെഡ്നെസ് ഓഫ് ഫേസ് ഇല്ലെങ്കിൽ റൂൾ ഔട്ട് ബെൽഡോണ അപ്പോഴേ കളയുക. കാരണം ഫേസിൽ റെഡ്നെസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെൽഡോണയാണ്. ജാറിങ് അഗ്രിവേഷൻ ആണ്. റൈറ്റ് സൈഡ് റെമഡിയാണ്. ടേസ്റ്റ്ലെസ് ആൻഡ് ഡിസയർ ഫോർ ലെമൺ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പനി വരുമ്പോഴേ ചോദിച്ചാൽ മതി, ബെൽഡോണ ആണെങ്കിൽ അറിയുന്നത് എങ്ങനെ. കൊച്ചു പറയും, എപ്പോഴും പറയും, എനിക്ക് നാരങ്ങ വെള്ളം വേണം എന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ബെൽഡോണ ആയിരിക്കും. ചില്ലി വിത്ത് ഹീറ്റ് ഇൻ ദ ബോഡി. തണുപ്പാണ് പേഷ്യന്റിന് തോന്നുന്നത്, പക്ഷെ കയ്യും കാലും തൊട്ടാല് ചൂടായിരിക്കും തോന്നുന്നു. സിബിലിറ്റിക് ബെൽഡോണ ആണെങ്കിൽ ഡെലീറിയം മെയിൻലി സീസ് ഇൻസെക്ട്സ് ഓർ എനി ഇൻസെക്ട് കാണുന്നു എന്ന് പറയും പേഷ്യന്റ്. ഫെറവും അതുപോലെ, ഫെറം ഫോസ് ആയാലും ഫെറം മെറ്റായാലും ഫെറം ആഴ്സ് ആയാലും ഏതായാലും ഫെറം അയഡൈഡ് ആയാലും ആക്റ്റീവ് ബ്ലീഡർ ആണ്. റെഡ്നെസ് ഓഫ് ഫേസ് ഉണ്ട്, ഫാറ്റ് പീപ്പിൾ ആയിരിക്കും അവര്. ഫെറം എപ്പോഴും തടിയുള്ളവരായിരിക്കും കൂടുതൽ. യു ഡോണ്ട് ഫീൽ സോറി വിത്ത് ദം. സെൻസിറ്റീവ് ടു നോയിസ്, ഓർഡേഴ്സ്, സ്ക്രാച്ചിങ് ഓഫ് പേപ്പർ അഗ്രിവേഷൻ. സ്ട്രോങ് പവർഫുൾ പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അവര്. ഒരു വീക്ക് പോയിന്റ് അവർക്ക് ഹാവിങ് വൺ വീക്ക് പോയിന്റ്, ദാറ്റ് ഈസ് സെൻസസ് ആർ അക്യൂട്ട് ആയിരിക്കും. അവർക്ക് സെൻസസ് ഭയങ്കര അക്യൂട്ട് ആയിരിക്കും. കേൾക്കുന്നത് ലൗഡ് സൗണ്ട് ഇഷ്ടമല്ല, കാണുന്നത് ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള കണ്ടീഷൻ ആയിരിക്കും. ഭയങ്കര വെരി ഡെലിജന്റ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആയിരിക്കും. പോസിറ്റീവ് ആൻഡ് പവർഫുള്ളും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. പിന്നെ അവർ എപ്പോഴും പ്രിൻസിപ്പിളിനെ അനുസരിച്ച് അവർ ജോലി ചെയ്യത്തുള്ളൂ. ഐ ആം ഓൾവേസ് റൈറ്റ്. അവർക്ക് എപ്പോഴും തോന്നല് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള തോന്നൽ. കുപ്രമെറ്റിനും അങ്ങനെയാണ്, അവരൊരു കമാൻഡർ ആണെന്നുള്ള തോന്നലുണ്ടാവും. സ്ലോ മോഷൻ അമിൽറേഷൻ, ഫാസ്റ്റ് മോഷൻ അഗ്രിവേഷൻ ആണ്. ഫോസ്ഫറസും അതുപോലെ ആക്റ്റീവ് ബ്ലീഡർ ആണ്. ചില്ലി പേഷ്യന്റ് ആണ്. തേഴ്സ്റ്റി പേഷ്യന്റ് ആണ്. തേസ്റ്റ് ഫോർ ഐസ് കോൾഡ് ഡ്രിങ്ക്സിനോടാണ് ഇഷ്ടം. ഞാൻ ഈ പെപ്സി, കോക്കക്കോള എല്ലാം ഐസ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. ഇലക്ട്രിസിറ്റി ഈസ് ഡിസ്റ്റർബ്ഡ്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എവിടെ ഇമ്പൾസ് വന്നാലും അത് അവരെ ഡിസ്റ്റർബ് ചെയ്യും. ഫിയർ ഓഫ് തണ്ടർ സ്റ്റോം, മാഗ്നറ്റം, ഡിസൈർ ടു ബി മാഗ്നറ്റൈസ്ഡ്. ആരെങ്കിലും ഒരു അടുപ്പ് അവർക്ക് വേണം. പിന്നെ ലെഫ്റ്റ് സൈഡ് റെമഡിയാണ് ഫോസ്ഫറസ്. മതിയാ? 10 മിനിറ്റ് ഇനി പുതിയത് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്. പുതിയത് കുറച്ചുണ്ട്. മണി മൈൻഡ് ഡ്രഗ്സിനെ പറ്റിയാണ്.
അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലാക്കിയാലോ? ഓക്കെ, തീർച്ചയായിട്ടും. അതോടെ ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് തീരും. പറയട്ടോ? എത്ര മിനിറ്റ് എടുക്കും? 6-7 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് തോന്നുന്നു. ഞാൻ പറയാം. എന്നാ പിന്നെ അങ്ങ് പറഞ്ഞു തീർക്കാന്നോ? മണി മൈൻഡഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സോറയ്ക്ക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി അബൌട്ട് മണി മാറ്റേഴ്സ്. എപ്പോഴും പണത്തിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും. എപ്പോഴും അവര് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതെല്ലാം മണിയെ പറ്റിയായിരിക്കും. ഓറം, ബ്രൈ, കാൽക്കേരിയ ഫ്ലോർ, കാൽക്കേരിയ സിലിക്കേറ്റ, ചോക്ലേറ്റ്, ഇഗ്നേഷ്യ ആൻഡ് കാലിഫോസ് ഇവര് സോറിക്കല് മണി മൈൻഡഡ് ഡ്രഗ്സ് ആണ്. സൈക്കോട്ടിക് മണി മൈൻഡഡ് ഡ്രഗ് എപ്പോഴും പണം വേണം, എല്ലാം സൂക്ഷിച്ചു വെക്കും, കളക്ട് ചെയ്ത് വെക്കും. ചില പിച്ചക്കാരുണ്ടല്ലേ, ചത്തു കഴിയുമ്പോൾ കുറെ പണം കാണും. അതെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ്. പിച്ചക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അത് വേറെ കാര്യം. അല്ല, ഈ നല്ല ആളുകൾക്കും പണം സൂക്ഷിച്ചു വെക്കണം, ബാങ്കിലിടുക, അല്ലെങ്കിൽ പലിശ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പണം കൂട്ടുപോകേണ്ട എന്നുള്ളത് കാൽക്കേരിയാസിന് എല്ലാം ഉണ്ട്. എസ്പെഷ്യലി കാൽക്കേരിയ ഫ്ലൂറിന്, കാൽക്കേരിയ സിലിക്കേറ്റിക്കും, കാൽക്കേരിയ സൾഫിന്, കാൽക്കേരിയ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. പിന്നെ ആഴ്സനിക്കത്തിനും ഭയങ്കര പണം, എപ്പോഴും പണത്തിനെ പറ്റിയുള്ള ചിന്തയാണ്. ബ്രൈ ആണെങ്കിൽ ബിസിനസ് മൈൻഡേ ഉള്ളു, പണം എങ്ങനെ ചെയ്യണം, പണം ഉണ്ടാക്കണം, ഇന്ന രീതിയിൽ പണം ഉണ്ടാക്കണം, ഇന്ന രീതിയിൽ പണം ഉണ്ടാക്കണം, അതാണ് ബ്രൈയുടെ ജോലി. ലൈക്കോപോഡിയം എപ്പോഴും മണി മൈൻഡഡ് ആണ്, കളക്ട് മണി വെക്കണമെന്നാണ്. പൾസാർലി അതുപോലെയാണ്, സൾഫർ അതുപോലെയാണ്. കാർബൺ എല്ലാം ഹ്യൂമൻ റെമഡീസ് ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇൻസെക്യൂർ ഫീലിംഗ്, പണം കയ്യിലുണ്ടെങ്കിൽ പേടിക്കണ്ട എന്നുള്ളൊരു എന്നൊരു വിചാരമാണ്. ഗ്രാഫൈറ്റസ് ആൻഡ് കാർബോളിക് ആസിഡ്. മണി മൈൻഡഡ് ഡ്രഗ്സ് ചില്ലി റെമഡീസ് എന്ന് പറയുന്നത് ആഴ്സനിക്, കാൽക്കേരിയാസ്, ഓറം, ആർണിക്ക, സോറിനം, കാർബൺസ്, സെപ്പിയ ഇവരെല്ലാം ചില്ലി മണി മൈൻഡഡ് റെമഡീസ് ആണ്. ആഴ്സനിക്, കാൽക്കേരിയാസ്, ഓറം, ആർണിക്ക, സോറിനം, കാർബൺസ് എല്ലാം സെപ്പിയ. അതേസമയം ഹോട്ട് മണി മൈൻഡഡ് റെമഡീസ് എന്ന് പറഞ്ഞാൽ ഹോട്ട് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ചൂട് താങ്ങാൻ വയ്യാത്ത മണി മൈൻഡഡ് റെമഡീസ് എന്ന് പറയുന്നത് ബ്രൈ ബിസിനസ് മൈൻഡഡ് ആണ്. കാൽക്കേരിയ ഫ്ലോർ അത് ഹോട്ട് റെമഡിയാണ്. കാൽക്കേരിയ സൾഫും ഹോട്ട് റെമഡിയാണ്, ഒരു മണി മൈൻഡഡ് ആണ്. ലൈക്കോപോഡിയം മണി മൈൻഡഡ്, സൾഫർ മണി മൈൻഡഡ്, പൾസാർല മണി മൈൻഡഡ്. ഇവരെല്ലാം മണി മൈൻഡഡ്. ഇൻസെക്യൂർ ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് ഇവർക്കെല്ലാം മണി മൈൻഡഡ് വരുന്നത്. ഇത്രയേ ഉള്ളു, തീർന്നു. അപ്പൊ അങ്ങനെ എന്തായാലും 8 മിനിറ്റ് ഇനിയും ഉണ്ട്. ഇന്നത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു കേട്ടോ ഡോക്ടറെ. വളരെ സ്പീഡ്. കാരണം റൂബ്രിക്കും വന്നു, മെഡിസിന്റെ പ്രത്യേകതയും വന്നു, മയാസും വന്നു, എല്ലാം കൂടെ ചേർന്നുള്ള വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. സമയം കുറവാണ്, 8 മിനിറ്റ് ഉണ്ട്. ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർ അല്ലാതെ തന്നെ വിളിക്കാൻ തുടങ്ങിയതാണ്, അപ്പോഴേക്ക് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടറെ സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഹലോ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇത് എക്സ്പ്രസ് ബസ് കിട്ടതുപോലെ പോവുകയാണ്. അങ്ങനെ അത് എന്റെ ഒരു ബേസിക് നേച്ചർ ആയിപ്പോയി, ഡിസ്പോസിഷൻ ആയിപ്പോയി. എന്ത് ചെയ്യാനും അർജന്റൊന്നായിട്ടില്ല. പണ്ട് അർത്ഥം അങ്ങനെ സംസാരിക്കുന്ന ഫ്രീ മോഷനാണ്. അതിന് ഏതെങ്കിലും റൂബ്രിക്കോ മെഡിസിനോ ഉണ്ടോ? സ്പീഡ് ഭയങ്കര അർജന്റൈട്രിക്ക് എപ്പോഴും ഭയങ്കര റെസ്ലെസ് ആണ്. അതെ, നൈട്രേറ്റ് ഓഫ് സിൽവർ. കൂടെ ഓടിയെത്താൻ എല്ലാവർക്കും പറ്റുന്നില്ല. അത് ഞാൻ കുറച്ച് ക്ലിപ്സ് കൊടുത്തായിരുന്നു,
അത് ഉം. കാരണം ഇത് ഇടാൻ കാരണം ഞാൻ ഭയങ്കര സ്പീഡ് ആയതുകൊണ്ട് ഞാൻ വെച്ച് ക്ലിപ്പ് ഇട്ടിട്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എന്റെ ഈ ഇതില് ഇടാൻ എനിക്ക് അറിയത്തില്ല. അത് കുഴപ്പമില്ല ഡോക്ടർ, ലാപ്ടോപ്പില്. കാരണം ഈ യൂട്യൂബിൽ ഉള്ളതുകൊണ്ട് ഭാഗ്യം, ആളുകൾ വീണ്ടും വീണ്ടും ഇട്ട് കേട്ടോളൂ. ആ ശരി. ഓക്കെ. എന്നാലേ ഇത് നല്ല എഴുതിയെടുക്കാൻ ക്ലാസ് പറ്റും. ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അടുത്തത് നല്ല ക്ലാസ്. മേലിൽ നല്ല എന്തെങ്കിലും കോമ്പിനേഷൻസ് ഉണ്ടാകണം. ആ ഓക്കെ ഓക്കെ. ഓക്കെ. എന്തായാലും ഡോക്ടർ എത്ര നാള് കഷ്ടപ്പെട്ട് പഠിച്ചും ഒപ്പിച്ച എന്താണ് അത് എല്ലാവർക്കും സാധിക്കും ഡോക്ടറെ, എല്ലാവർക്കും സാധിക്കും. നമ്മൾ മനസ്സ് വെച്ചാൽ മതി. മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. എന്തായാലും ഇത് തങ്ങളെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയല്ലോ, അത് വലിയ നല്ല കാര്യം. അപ്പൊ ഇനി അടുത്തത് സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്യുന്നത്. സലീം കുമാർ ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ, ഹലോ. ഡോക്ടറുടെ ക്ലാസ് ഓരോന്ന് കഴിയുമ്പോഴേ എന്റെയൊക്കെ അറിവില്ലായ്മയുടെ ആഴം അങ്ങനെ മനസ്സിലായി വരികയാണ്. അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, ഞാനിങ്ങനെ പഠിക്കാൻ മനസ്സ് വിചാരിച്ചു, പഠിക്കണം പഠിക്കണമെന്ന് എനിക്ക് എന്റെ ഒരു മനസ്സിന്റെ ഒരു തോന്നല, എന്ത്യൂസിയാസം, പഠിക്കണം പഠിക്കണം. അതല്ലേ പറഞ്ഞത്. നമ്മളൊക്കെ എത്ര കുഴിയിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായത് സലീം കുമാർ. അതാണ് പറഞ്ഞത്. ഓരോ ക്ലാസ് കഴിയുമ്പോ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇടയ്ക്കൊക്കെ ഇത് വെച്ച് കേൾക്കേണ്ടി വരും. പലതൊക്കെ എഴുതിയിരിക്കണമെന്ന് കേൾക്കേണ്ടി വരും എന്ന് വിചാരിച്ച് അങ്ങനെ ആശ്വസിച്ചോണ്ടിരിക്കും. ഓക്കെ ഡോക്ടറെ, നന്നായിട്ടുണ്ട്. ഏതായാലും IFPHലൂടെയാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെന്നും അവരെ കേൾക്കാനൊക്കെ ആകുന്നത്. അതിന്റെ ഒരു അതൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഡോക്ടർക്ക് പരിചയപ്പെടാൻ പറ്റുമായിരുന്നു, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ. അല്ല, ഡോക്ടർ നല്ല രീതിയിലാണ്, കാരണം കുറച്ച് ഫിലോസഫിക്കൽ തിങ്കിങ് ഉള്ളതാണ് ഡോക്ടർക്ക്, സലീംകുമാർ ഡോക്ടർക്ക്. അത് അതുകൊണ്ട് ഈ ഫിലോസഫിക്കൽ തിങ്കിങ് ഉള്ളവര് തമ്മിൽ മനസ്സ് ഐക്യം വരും. ഇതാണല്ലോ. അനിതാ സോമൻ ഡോക്ടർ സൾഫർ വരുമോ? അതെ. സൾഫറല്ല, ഇതാണ് തോന്നണെന്ന് പച്ചയ്ക്ക് പറഞ്ഞോ? കുഴപ്പമില്ല, തോന്നണെങ്കിൽ പറഞ്ഞ. അല്ല, അങ്ങനെ തോന്നണെങ്കിൽ പറഞ്ഞു ഡോക്ടറെ. സൾഫർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് വരും. ഏത് രീതിയിൽ വേണമെങ്കിലും സൾഫർ വരാം, പലതിനോട് ചേർന്ന് വരാം, ഏത് രീതിയിലും വരാം. അത് തന്നെ ഫിലോസഫിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ സലീം കുമാർ ഡോക്ടറുടെ എന്താണ് പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജയലളിത ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമുക്ക് ഏകദേശം നന്ദി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ജയലളിത ഡോക്ടർ ഉണ്ടോ? അനിതാ സോമൻ ഡോക്ടർക്ക് എന്തേലും അനിതാ സോമൻ ഡോക്ടറുടെ സംശയങ്ങൾ? ഡോക്ടറെ, ഒരു കാര്യം, നാളെ ഒരു പ്രത്യേക ദിനമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു സെഷനാണ് നാളെ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. നമ്മള് ലോക ധ്യാന ദിനമാണ് നാളെ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക പരിപാടിയാണ്. അതിഥികൾ പുറത്തുനിന്നുള്ളവരാണ്. അപ്പൊ കരുണാകര ഗുരു ആശ്രമത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ അതെ, അവിടുത്തെ സ്വാമിജിയാണ് ഉദ്ഘാടകനായി എത്തുന്നത്. അദ്ദേഹം ഹോമിയോപ്പതിയുടെ വലിയൊരു ആരാധകനും അതുപോലെ പ്രൊമോട്ടറുമാണ്. അപ്പം നമ്മുടെ പല സമയങ്ങളിൽ പല അവസരങ്ങളിൽ ഈ വേദിയിൽ ജ്ഞാന സരസ്വതിയാണ് അദ്ദേഹം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടി 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. പല പരിപാടികളും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിനുള്ള ഒരു ബഹുമാനമായിട്ട് നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. പിന്നെ അനിതാ സോമൻ ഡോക്ടറിന്റെ ഒരു ചരിത്രം തന്നെ ഹോമിയോപ്പതിക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതും ക്ലാസിക്കൽ ഹോമിയോപ്പതിയാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ കൂട്ട്. അതിന് എവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ പോകും. അതാണ് ഡോക്ടറുടെ ഒരു രീതി. അത് പഠിക്കുക, ഹോമിയോപ്പതിയിലോട്ട് കൂടുതൽ ഇറങ്ങി വരിക, കൂടുതൽ മനസ്സിലാക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ഇന്ന് തന്നെ
കുറേ സ്ലൈഡുകൾ ഷെയർ ചെയ്യാനായിട്ട് തന്നിരുന്നു. പക്ഷെ അത് PPT ആക്കാത്തതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഓരോന്നോരോന്ന് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാതെ പോയത്. ഇനി നമുക്കിപ്പോൾ അധികം താമസിയാതെ നമ്മുടെ ഒരു ഓഫീസ് സെക്രട്ടറിയൊക്കെ നമ്മൾ ഈ IFBS കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കുറവുകൾ IFBS പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടെ അറിയിച്ചുകൊണ്ട് ഡോക്ടർക്ക് എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള നന്ദി പറയാനായിട്ട് അടുത്ത ആള് റെഡിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ ധനേഷ് ഡോക്ടറെ. ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ നാളെ അന്താരാഷ്ട്ര ധ്യാന ദിനം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ്. എല്ലാവരും ധ്യാനദിനം, ധ്യാനിക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സും സ്വാമിജിയുടെ വിലപ്പെട്ട അറിവുകളും എല്ലാം നമുക്ക് കിട്ടും. എല്ലാവരും പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി ജയലളിത ഡോക്ടറുടെ ഊഴമാണ്. ജയലളിത ഡോക്ടറെ ഒന്നും കൂടി നമ്മളെ അനിത സോമൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ ക്ഷണിക്കും. ഓക്കെ, അനിത ഡോക്ടറെ, എന്നാൽ കേൾക്കാറുണ്ട് ഡോക്ടറിന്റെ ക്ലാസ്. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസിക്കൽ ക്ലാസ്സുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഡോക്ടറിന്റെ ക്ലാസ് ഇഷ്ടമാണ്, നല്ല യൂസ്ഫുൾ ആണ്, ഒരുപാട് ഉപകാരമുണ്ട്. വളരെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നിൽ നിന്ന് കുറച്ചെങ്കിലും ആരെങ്കിലും ഒന്ന് അത് ഉൾക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി ഉയരും. ഏറ്റവും നല്ലത്. അപ്പൊ എന്റെ പേരിലും IFBSന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും ഡോക്ടർക്ക് ഒരുപാട് നന്ദി. പിന്നെ ഒരു റിക്വസ്റ്റ് എനിക്കുള്ളത്, നെക്സ്റ്റ് ടൈം ഈ ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ആ ഒരു റൂബ്രിക്കിന്റെ മീനിങ്ങും കൂടി ഒന്ന് അതിന്റെ കൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി കൂടി എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. ഒരു കാര്യം കൂടെ നോക്കുക. പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഡെർമറ്റോളജി പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഏതെങ്കിലും ഡെർമറ്റോളജി. ഡെർമറ്റോളജി. താങ്ക് യു ഡോക്ടർ. ഓക്കെ, നന്ദി ജയലളിത ഡോക്ടറെ. അപ്പൊ ഇന്ന് നമ്മുടെ 1572 ദിവസത്തെ പ്രോഗ്രാം വളരെ നന്നായി. അനിതാ സോമൻ ഡോക്ടർ നന്നായി നമുക്ക് ക്ലാസ് എടുത്തു. ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.